ഹായ് ഹലോ എവ്രി വൺ, എല്ലാവർക്കും എൻട്രിയുടെ പുതിയൊരു ഇംഗ്ലീഷ് സെഷനിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആര്യ എസ് വിവേക്. അപ്പൊ നമ്മൾ എല്ലാവരും അക്ഷമരായി കാത്തിരിക്കുന്നത് LDC നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. അപ്പം നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പ്രിപ്പറേഷൻ ആരംഭിക്കാം. അപ്പോ LDCക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ തീർച്ചയായും പരിചയപ്പെടേണ്ടത് LDCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. നമുക്ക് LDCയുടെ ഒരു 3 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പരിചയപ്പെട്ടാലോ? അപ്പം നമ്മൾ LDCക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായും ആദ്യം ചെയ്യേണ്ടത് അതിന്റെ മുൻവർഷ ചോദ്യ പേപ്പറുകൾ അനലൈസ് ചെയ്യുക എന്ന കാര്യം തന്നെയാണ്. അതിലൂടെയാണ് നമ്മളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെയായിരിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത്. നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയാസ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ അതിലൂടെയാണ് മനസ്സിലാക്കിയെടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷിന്റെ ഭാഗത്തു നിന്നും LDC മുൻവർഷങ്ങളിൽ ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓൾറൈറ്റ്, ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൊണ്ട് ഞാൻ വന്നിട്ടുണ്ട്. നമുക്ക് അധിക സമയം കളയാതെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലോട്ട് പോയാലും എല്ലാവരും സെറ്റ് അല്ലേ? അപ്പം സെഷൻ തുടക്കം മുതൽ അവസാനം വരെ ഡീറ്റെയിൽഡ് ആയിട്ട് വാച്ച് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട ഒട്ടുമിക്ക കാര്യങ്ങളും LDC പരീക്ഷയുടെ ഇംഗ്ലീഷിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒട്ടുമിക്ക കാര്യങ്ങളും ഇന്നത്തെ ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് സെറ്റാക്കി തരാൻ പോവാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ 2025 LDC ടൈം കീപ്പർ, അതില് നമ്മൾ ഇംഗ്ലീഷിന്റെ ഭാഗത്തു നിന്നും ചോദിച്ച ചോദ്യങ്ങളാണ് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. സോ ആദ്യത്തെ ചോദ്യം, ചൂസ് ദ കറക്റ്റ് പാസീവ് ഫോം ഓഫ് ദ സെന്റൻസ് ക്ലീൻ ദ റൂം ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻസ്. അപ്പൊ തന്നിരിക്കുന്ന സെന്റൻസ് ക്ലീൻ ദ റൂം എന്നാണ് അല്ലെ? അപ്പൊ നമ്മള് പാസീവില് പഠിച്ചിട്ടുണ്ട് ഇമ്പറേറ്റീവ്സിനെ, അതായത് റിക്വസ്റ്റ്, കമാൻഡ് എന്നൊക്കെ പറയുന്നതിനെയാണ് നമ്മൾ ഇമ്പറേറ്റീവ്സ് എന്ന് വിളിക്കുന്നത് അല്ലെ? അവരെ നമ്മൾ പാസീവിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യുന്ന ഒരു ഫോർമുല ഉണ്ട്. അതെന്താ? ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് V3. ആദ്യം നമുക്ക് എന്താ ഈ ഇമ്പറേറ്റീവ്? റിക്വസ്റ്റ് ആവാം, കമാൻഡ് ആവാം, ഓർഡർ ആകാം, ബെഗിങ് ആവാം അല്ലെ? ഇതിനെയൊക്കെയാണ് നമ്മൾ ഇമ്പറേറ്റീവ്സ് എന്ന് വിളിക്കുന്നത്. ഈ ഇമ്പറേറ്റീവ്സ് വേർബ് വെച്ചിട്ടാ സ്റ്റാർട്ട് ചെയ്യുക. ഓൾറൈറ്റ്, വേർബ് വെച്ചിട്ടാണ് ഇമ്പറേറ്റീവ്സ് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ തന്നെ നോക്കുക, ക്ലീൻ ദ റൂം. ഓക്കെ, ഹിഡൻ ആയിട്ടുള്ള ഒരു സബ്ജക്ട് ഉണ്ടാവും കേട്ടോ. യു ക്ലീൻ ദ റൂം എന്നാണ് ആക്ച്വലി അത് പറയുന്നത്. ഇനിയിപ്പം ഷട്ട് യുവർ മൗത്ത്, ഷട്ട് എന്ന് പറയുന്ന വേർബ് വെച്ചിട്ടാ തുടങ്ങിയിരിക്കുന്നത് അല്ലെ? ക്ലോസ് ദ വിൻഡോ, ക്ലോസ് എന്ന് പറയുന്ന ഒരു വേർബ് വെച്ചിട്ടാ തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇമ്പറേറ്റീവ്സിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് അവ തുടങ്ങുന്നത് വേർബ് വെച്ചിട്ടായിരിക്കുന്നുള്ളതാ. സോ ഇവിടെയും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാലോ, ക്ലീൻ ദ റൂം, ക്ലീൻ എന്ന് പറയുന്ന വേർബ് വെച്ചിട്ടാ തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഇമ്പറേറ്റീവ് ആണ്. ഇനി ഇമ്പറേറ്റീവ് സെന്റൻസുകളെ നമ്മൾ എങ്ങനെയാണ് പാസീവിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്? ശ്രദ്ധിച്ചോ, നമ്മള് ഫോർമുല പറഞ്ഞത് എന്താ? ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് V3. അപ്പൊ നമുക്ക് നോക്കാം, ലെറ്റ് ഒബ്ജക്റ്റ് എന്താ? ദ റൂം, ലെറ്റ് ദ റൂം. ഇനി എന്ത് വേണം? ബി അല്ലെ? ലെറ്റ് ആയി, ഒബ്ജക്റ്റ് ദ റൂം ആണ്, ലെറ്റ് ദ റൂം. ബി, ഇനി V3, ക്ലീനിന്റെ V3, ക്ലീൻഡ്. അത് ഏത് ഓപ്ഷനാ അപ്പൊ ശരിയായിട്ട് വരുന്നേ? നോക്ക്, ഓപ്ഷൻ ഡി, ലെറ്റ് ദ റൂം ബി ക്ലീൻഡ്. അപ്പോ ഇമ്പറേറ്റീവ്സിനെ നമ്മൾ പാസീവിലോട്ട് മാറ്റുന്ന സ്ട്രക്ചർ എങ്ങനെയാ? ലെറ്റ് പ്ലസ്, ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ടേ, ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് V3 കിട്ടുമല്ലോ അല്ലെ? അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഒരു ഇമ്പറേറ്റീവ് സെന്റൻസിനെ പാസീവിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പം പാസീവ് വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ LDCയുടെ ഒരു മെയിൻ ഏരിയ ആണ്. അത് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുക. ഓക്കെ, പാസീവ് വോയിസ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ദെൻ അടുത്ത ചോദ്യം, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് ദ കറക്റ്റ് ചോയ്സ് ഫ്രം ദ ഓപ്ഷൻസ് ബിലോ. ഡു യു മൈൻഡ് ഡാഷ് ദ ഡോർ. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നോക്കി, ഡു യു മൈൻഡ്, അതുപോലെ തന്നെ വുഡ് യു മൈൻഡിനൊക്കെ ശേഷം ജെറണ്ട് ചേർക്കണം. ഓക്കെ, എന്താ പറഞ്ഞത്? ഡു യു മൈൻഡ്,
അതുപോലെ തന്നെ വുഡ് യു മൈൻഡിനൊക്കെ ശേഷം നമ്മൾ ജെറണ്ട് ചേർക്കണം. ജെറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൗൺ ഫോം ആണ്. അതായത് ING വെർബിന്റെ ING രൂപമാണ്. അതിന്റെ ഫംഗ്ഷൻ നൗണിൻ്റെതായിരിക്കും. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്നൊക്കെ പറയുമ്പോൾ സ്മോക്കിംഗ് അവിടുത്തെ ജെറണ്ടാണ്. ഓക്കെ, അതായത് ING ഉണ്ട്, പക്ഷെ അത് വെർബല്ല, നൗണിന്റെ ഫംഗ്ഷനാ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജെറണ്ട്. ഓക്കെ, അപ്പൊ ING ഫോമിനെയാണ് നമ്മൾ ജെറണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മള് ഡു യു മൈൻഡ്, വുഡ് യു മൈൻഡ് എന്നീ യൂസസിന് ശേഷം, എന്നീ യൂസേജുകൾക്ക് ശേഷം ജെറണ്ട് ആണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ജെറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ING ഫോം ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ ഡു യു മൈൻഡ് ഡാഷ് ദ ഡോർ, ING ഫോം ഏതാ ഇവിടെ തന്നിരിക്കുന്നതില്? ക്ലോസിംഗ് ആണ് അല്ലെ, ക്ലോസിംഗ്. അപ്പം ഡു യു മൈൻഡ് ക്ലോസിംഗ് ദ ഡോർ. അപ്പൊ എന്താ പറഞ്ഞത്? യൂസസ് ആണ് അല്ലെ. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് യൂസസ് നമുക്ക് പഠിക്കാനുണ്ട്. എന്തിന്റെയൊക്കെ കൂടെയാണ് ജെറണ്ട് ഉപയോഗിക്കേണ്ടത്, എന്തിന്റെയൊക്കെ കൂടെയാണ് ഇൻഫിനിറ്റീവ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് LDCയുടെ ഭാഗമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പം ഇത് നമ്മൾ പഠിച്ചു. ഡു യു മൈൻഡിനും വുഡ് യു മൈൻഡിനും ശേഷം നമ്മൾ ചേർക്കുന്നത് ജെറണ്ട് ആണ് അല്ലെ. അതായത് വെർബൽ നൗൺ ആണ് ജെറണ്ട്. വെർബിന്റെ ING രൂപം, വെർബിന്റെ സ്ട്രക്ചറും നൗണിന്റെ ഫംഗ്ഷനും ഉള്ള ആള്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഇപ്പം ജസ്റ്റ് ഈ ഒരു കാര്യം, ഡു യു മൈൻഡിനും വുഡ് യു മൈൻഡിനും ശേഷം നമ്മൾ ജെറണ്ട് ആണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ എറർ ഇൻ ദ ഗിവൺ ആണ് കേട്ടോ, ഗിവല്ല, ഗിവൺ സെന്റൻസ് ഫ്രം ദ ഓപ്ഷൻസ് ബിലോ. തന്നിരിക്കുന്ന സെന്റൻസിലെ എറർ ഐഡന്റിഫൈ ചെയ്യാൻ. ഇഫ് യു ഹാവ് മെയ്ഡ് ദ കേക്ക് ഐ വുഡ് ഹാവ് അപ്രീഷിയേറ്റഡ്. ഇഫ് ക്ലോസ് ആണ്. ഓക്കെ, ഇഫ് ക്ലോസ് നമുക്ക് ആദ്യം ഒന്ന് പറയാം. ഓക്കെ, ഇഫ് ക്ലോസിൽ നമുക്ക് 3 കണ്ടീഷൻസാ. 3 കണ്ടീഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഇഫ് ക്ലോസ് നമ്മൾ കംപ്ലീറ്റ് പഠിച്ചു. അപ്പം ആദ്യത്തെ കണ്ടീഷൻ, ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. ഓക്കെ, 2, if you studied well you would pass. Okay, 3, if you had studied well, if you had studied well you would have passed. ശ്രദ്ധിച്ചോ, 3 കണ്ടീഷൻസ്. 1, if you study well you will pass. അപ്പൊ ഇഫ് ക്ലോസിൽ ഇവിടെ സ്റ്റഡി V1 തന്നതെങ്കിൽ അപ്പുറത്ത് നമ്മള് വില്ല് പ്ലസ് V1, വില്ല് പ്ലസ് V1. വില്ല് മാത്രമല്ല, ഷാൽ ആവാം, ക്യാൻ ആവാം, മേ ആവാം, നമുക്ക് തന്നിരിക്കുന്നതിനനുസരിച്ച് അതിന്റെ കൂടെ നമ്മൾ V1 ഉപയോഗിക്കണം. പാസ് V1. ഓക്കെ, അപ്പം ഇഫ് ക്ലോസിൽ വേർബ് V1, സ്റ്റഡി V1 അപ്പുറത്ത് നമ്മൾ എന്ത് കൊടുക്കണം? വില്ല് അല്ലെങ്കിൽ ഷാൽ പ്ലസ് V1. ക്യാനും മേയും ഒക്കെ ആവാട്ടോ, ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ ചെയ്യാന്നുള്ളതാ. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ, ഇഫ് യു സ്റ്റഡീഡ് വെൽ, ഈ സ്റ്റഡീഡ് V2 ആണ് അല്ലെ. V2 അപ്പുറത്ത് യു വുഡ് പാസ്. ഓക്കെ, യു വുഡ് പാസ്. അപ്പം നമ്മള് ആ വില്ലിന് പകരം വുഡ് ആക്കി, പാസ് അതുപോലെ തന്നെ. അതായത് നമ്മൾ ഇഫ് ക്ലോസില് V2 ആണ് വെർബ് കണ്ടതെങ്കിൽ അപ്പുറത്ത് നമ്മൾ ഈ വില്ലിന് പകരം വുഡ്, ഷാലിന് പകരം നമ്മൾ എന്ത് കൊടുക്കും? ഷുഡ് അല്ലെ. അപ്പം വുഡ്, ഷുഡ്, കുഡ് എന്തായാലും പ്ലസ് V1 തന്നെ കൊടുക്കണം. V1 മാറുന്നില്ല, പ്ലസ് V1 തന്നെ കൊടുക്കണം. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ, അതായത് പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പൊ ഇഫ് ക്ലോസിൽ നമ്മൾ ഹാഡ് പ്ലസ് V3 എന്നാണ് കാണുന്നതെങ്കിൽ നമ്മൾ മെയിൻ ക്ലോസിൽ എന്ത് കൊടുക്കണം? യു വുഡ് ഹാവ് പാസ്ഡ്. വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3. കണ്ടോ, ആദ്യത്തേത് രണ്ടിലും നമ്മൾ ആദ്യത്തേതിൽ വില്ല് പ്ലസ് V1 എന്ന് പറഞ്ഞു, രണ്ടാമത്തേതില് വുഡ് പ്ലസ് V1 എന്ന് പറഞ്ഞു, മൂന്നാമത്തേതില് വുഡ് ഹാവ് പ്ലസ് V3 എന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ V3നെ ശ്രദ്ധിക്കണം. അപ്പോ
ഈ വുഡിന് പകരം ഷുഡോ കുഡോ ഒക്കെ ആവാട്ടോ. ഹാവ്, പുതിയൊരാള് വന്നിരിക്കുന്നു, ഹാവ് അപ്പുറത്ത് ഓഫ് V3. അപ്പൊ എന്താ പറഞ്ഞത്, നമ്മള് ആദ്യത്തെ കണ്ടീഷൻ ഇഫ് യു സ്റ്റഡി വെൽ, ഈ സ്റ്റഡി V1 ആണെങ്കിൽ അപ്പുറത്ത് വിൽ പാസ് അല്ലെ. രണ്ടാമത്തേത് ഇഫ് യു സ്റ്റഡീഡ് വെൽ, അപ്പം ഇഫ് ക്ലോസിലെ വേർബ് V2ലാണെങ്കിൽ, പാസ്റ്റിലാണെങ്കിൽ, സിമ്പിൾ പാസ്റ്റിലാണെങ്കിൽ അപ്പുറത്ത് വുഡ് പ്ലസ് V1. ഇനി ഇഫ് ക്ലോസിലെ വേർബ് ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ, അതായത് പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ അപ്പുറത്ത് നമ്മൾ എന്ത് കൊടുക്കും, വുഡ് ഹാവ് പ്ലസ് V3 കൊടുക്കും. ഓക്കെ, വുഡ് ഹാവ് പ്ലസ് V3 കൊടുക്കും. ക്ലിയർ ആണോ? പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? അപ്പൊ ഇതിനനുസരിച്ചാണ് നമ്മൾ ഇഫ് ക്ലോസിലെ എറേഴ്സ് കറക്റ്റ് ചെയ്യുക. ഇത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പോലെയൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. ഇപ്പൊ നമ്മൾ ഇഫ് ക്ലോസ് പഠിച്ചു കഴിഞ്ഞു. ഇനി ഇത് ക്വസ്റ്റ്യനിൽ എങ്ങനെ അപ്ലൈ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ശ്രദ്ധിച്ചോ. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലെ. ഇഫ് യു ഹാവ് മെയ്ഡ് ദ കേക്ക്, ഇഫ് യു ഹാവ് മെയ്ഡ് ദ കേക്ക് ഐ വുഡ് ഹാവ് അപ്രീഷിയേറ്റഡ്. നിങ്ങൾ നോക്ക്, മെയിൻ ക്ലോസില് വുഡ് ഹാവ് അപ്രീഷിയേറ്റഡ് നമ്മൾ കണ്ടത് മൂന്നാമത്തെ കണ്ടീഷനില അല്ലെ. ഏതാ, വുഡ് ഹാവ് പ്ലസ് V3. അപ്പൊ നമ്മൾ ആദ്യത്തെ ക്ലോസിൽ ഇഫ് ക്ലോസിൽ എന്താ കണ്ടത്, ഹാഡ് പ്ലസ് V3, അതായത് പാസ്റ്റ് പെർഫെക്റ്റ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം, തന്നിരിക്കുന്ന സെന്റൻസിൽ ഇഫ് യു ഹാവ് മെയ്ഡ് എന്നാ തന്നത്. ഹാവ് എന്ന് പറഞ്ഞാൽ പോരല്ലോ അല്ലെ, നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ആവുമ്പോഴല്ലേ, ഇഫ് ക്ലോസിലെ വേർബ് പാസ്റ്റ് പെർഫെക്റ്റ് ആവുമ്പോഴല്ലേ അപ്പുറത്ത് വുഡ് ഹാവ് പ്ലസ് V3 വരാൻ പാടുള്ളൂ. അപ്പൊ ഈ ഹാവ് എന്ന് പറഞ്ഞത് തെറ്റല്ലേ, ഹാഡ് മെയ്ഡ് വേണ്ടേ. ഇഫ് യു ഹാഡ് മെയ്ഡ് ദ കേക്ക് ഐ വുഡ് ഹാവ് അപ്രീഷിയേറ്റഡ് എന്നല്ലേ. അപ്പൊ തന്നിരിക്കുന്ന സെന്റൻസിലെ എറർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാവ് എറർ ആണ്. അപ്പം ആൻസർ എന്താണ്, ഹാഡ് ആണ്. അപ്പം LDCക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇഫ് ക്ലോസിന് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റില്ല. നമുക്ക് ഒഴിച്ചു കളയാൻ പറ്റാത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ പറയുന്ന ഇഫ് ക്ലോസ്. ക്ലിയർ ആണല്ലോ. 3 ക്ലോസുകൾ, 3 കണ്ടീഷൻസ് പഠിച്ചാൽ ഇഫ് ക്ലോസ് ആയി. ആൻസർ എങ്ങനെ വന്നു എന്ന് മനസ്സിലായില്ലേ? നമ്മൾ 2 ക്ലോസുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഐഡന്റിഫൈ ചെയ്യാം. ഈ ഹാവിനെ ഹാഡ് ആക്കിയാൽ സെന്റൻസ് കറക്റ്റ് ആയി. ഓക്കെ, അപ്പം ഹാവ് തെറ്റാണ്, ഹാഡ് കൊടുത്താലാണ് ശരി. ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണോ പറഞ്ഞത്? ഇനി നോക്കി അടുത്തത്, നക്കിൾ ഹെഡ് ഈസ് എ സ്ലാങ് ഫോർ. വെറൈറ്റി ആയിട്ടുള്ള ഒരു വളരെ നല്ലൊരു ചോദ്യം അല്ലെ, രസകരമായ ഒരു ചോദ്യം. അപ്പൊ നമുക്ക് നോക്കാം, നക്കിൾ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താ? ആരെയാ നമ്മള് നക്കിൾ ഹെഡ് എന്ന് വിളിക്കുന്നത്? ഫൂളിഷ് പേഴ്സണെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നക്കിൾ ഹെഡ്. നക്കിൾ ഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൂളിഷ് പേഴ്സൺ ആണ്. അപ്പൊ ഇങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള വൊക്കാബുലറി, അതായത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ ഒരുപാട് വൺ വേർഡ്സും അതുപോലെ തന്നെ ഇഡിയംസ് ആൻഡ് ഫ്രേസും ഒക്കെ നമുക്ക് നോക്കാനുണ്ട്. ഓക്കെ, അപ്പൊ നക്കിൾ ഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൂളിഷ് പേഴ്സൺ ആണ്. നക്കിൾ ഹെഡ് എന്ന് പറഞ്ഞാൽ ഫൂളിഷ് പേഴ്സൺ ആണ് കേട്ടോ. അടുത്തത്, കംപ്ലീറ്റ് ദ സെന്റൻസ് യൂസിങ് എനി വൺ ഓഫ് ദ സ്യൂട്ടബിൾ ഓപ്ഷൻസ് ഗിവൻ ബിലോ. യെസ്റ്റർഡേ ഐ ഫെൽറ്റ് വെരി ടയേർഡ് ആസ് ഡാഷ്. അപ്പം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിന്റെ ക്വസ്റ്റ്യൻ അല്ലെ, ആ ബ്ലാങ്ക് നമ്മൾ ഫിൽ ചെയ്യണം. യെസ്റ്റർഡേ ഐ ഫെൽറ്റ് വെരി ടയേർഡ്, ഇന്നലെ എനിക്ക് ഭയങ്കര ക്ഷീണം തോന്നി. ആസ്, നമ്മൾ റീസൺ പറയണം. ആ ക്ഷീണത്തിന്റെ റീസൺ എന്തായിരുന്നു? നമുക്ക് എന്തൊക്കെയോ ഇഡിയംസ് തന്നിട്ടുണ്ട്. ഐ വാസ് ഫീലിംഗ് എ ബിറ്റ് അണ്ടർ ദ വെദർ, ഇഡിയംസ് ആണ് അല്ലെ. ഐ ടേൺഡ് എ ബ്ലൈൻഡ് ഐ, ബീറ്റിംഗ് അറൌണ്ട് ദ ബുഷ്, ഐ ഹാവ് ഗോട്ട് ഇൻ ദ ബാഗ്. ആദ്യം ഈ ഓപ്ഷൻസിനെ മുഴുവൻ നമുക്കൊന്ന് പരിശോധിക്കാം. ശ്രദ്ധിച്ചോ, ഞാൻ പറഞ്ഞുതരാം. ഫീലിംഗ് അണ്ടർ ദ വെദർ എന്ന് പറഞ്ഞാല് ഫീലിംഗ് ഇൽ, അസുഖം ഉണ്ടാവുന്നതിനാണ് അണ്ടർ ദ വെദർ എന്ന് പറയുന്നത്. ഐ എം അണ്ടർ ദ വെദർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഐ എം സിക്ക്, ഐ എം ഇൽ എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി ടേൺ ദ ബ്ലൈൻഡ് ഐ എന്ന് പറഞ്ഞാലോ, നമ്മള് ഡെലിബറേറ്റ്ലി ഇഗ്നോർ ഓർ പ്രിറ്റൻഡ് നോട്ട് ടു നോട്ടീസ് സംതിങ്. നമ്മൾ ഒരു കാര്യം അറിഞ്ഞുകൊണ്ട് ഇഗ്നോർ ചെയ്യാം. ടേൺ ദ ബ്ലൈൻഡ് ഐ, അത് കണ്ടില്ല എന്നങ്ങ് നടിക്കാം. ഡെലിബറേറ്റ്ലി നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്യുക, അവഗണിക്കുക, അല്ലെങ്കിൽ നമ്മൾ പ്രിറ്റൻഡ് ചെയ്യുക അല്ലെ, നമ്മൾ നടിക്കുക. എങ്ങനെ? നോട്ട് ടു നോട്ടീസ് സംതിങ്, അത് കണ്ടില്ല എന്നങ്ങ് നടിക്കുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടേൺ എ ബ്ലൈൻഡ് ഐ എന്ന് പറയുന്നത്. ഓൾ റൈറ്റ്, ഇനി നമുക്ക് എന്തുണ്ട്? ബീറ്റിംഗ് അറൌണ്ട് ദ ബുഷ്. ബീറ്റിംഗ് അറൌണ്ട് ദ ബുഷ് എന്ന് പറഞ്ഞാല് നമ്മൾ മെയിൻ ടോപ്പിക് അവോയ്ഡ് ചെയ്തുകൊണ്ട് വളച്ചു കെട്ടി പറയാ. ടു അവോയ്ഡ് ഡയറക്ട്ലി അഡ്രസ്സിങ് എ ടോപ്പിക്, സ്പീക്കിംഗ് ഇൻ എ റൗണ്ട് അബൌട്ട് വേ. നമ്മൾ ഇങ്ങനെ വളച്ചു കെട്ടി പറയാം, മെയിൻ ടോപ്പിക് ഒഴിവാക്കിക്കൊണ്ട് പറയാം. അതിനെയാണ് നമ്മൾ ബീറ്റിംഗ് അറൌണ്ട് ദ ബുഷ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തത്, ഗോട്ട് ഇൻ ദ ബാഗ്. സിംപ്ലി ഇതിനെ ഇൻ ദ ബാഗ് എന്ന് പറഞ്ഞാലും മതി കേട്ടോ. ഇൻ ദ ബാഗ് എന്ന് പറഞ്ഞാലും ആ ഇഡിയമാണ്. ഇൻ ദ ബാഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഈസ് എൻ ഇഡിയം മീനിങ് സംതിങ് ഈസ് സർട്ടൻ ടു ബി വോൺ.
നിർബന്ധമായിട്ടും നമ്മൾ ജയിക്കും അല്ലെ, certain to be won, അച്ചീവ്ഡ്, അഷ്വേർഡ്, ഗ്യാരണ്ടീഡ്, സെക്യൂർഡ്. എന്തെങ്കിലും ഒരു കാര്യം അഷ്വേർഡ് ആണ്, അല്ലെങ്കിൽ certain to be won, അല്ലെങ്കിൽ ഗ്യാരണ്ടീഡ് ആണ്, സെക്യൂർഡ് ആണ്, അല്ലെങ്കിൽ അത് നമ്മൾ അച്ചീവ് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെയുള്ള ഒരു കാര്യത്തിനെ നമ്മൾ എന്ത് പറയുന്നത്? ഇൻ ദ ബാഗ് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, അങ്ങനെയുള്ള ഒരു കാര്യത്തിനാണ് നമ്മൾ ഇൻ ദ ബാഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗോട്ട് ഇൻ ദ ബാഗ് എന്ന് പറഞ്ഞാലും ഓക്കെയാണ്. സോ നമ്മൾ ഓപ്ഷനിലുള്ള എല്ലാ ഇഡിയംസും ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് നമ്മളോട് തന്നിരിക്കുന്ന ചോദ്യം എന്തായിരുന്നു? യെസ്റ്റർഡേ ഐ ഫെൽ വെരി ടയേർഡ്. ആ ടയേർഡ് ആയതിന്റെ കാരണം എന്തായിരിക്കും? സിക്ക് ആയത് കാരണമായിരിക്കും. ബാക്കി ഒന്നും അതില് ടേൺഡ് എ ബ്ലൈൻഡ് ആയി, നമ്മൾ ഒരു കാര്യം കണ്ടില്ലെന്ന് നടിക്കുന്നത്, അതുകൊണ്ട് ടയേർഡ് ആവോ? ഇല്ല. വളച്ചു കെട്ടി പറയുന്നതുകൊണ്ട് ടയേർഡ് ആവോ? ഇല്ല. ഒരു കാര്യം സക്സസ്ഫുൾ എന്തായാലും ഉറപ്പാണ്, ജയിക്കും എന്നൊക്കെ പറയുന്നത്, അത് ഇതിന്റെ റീസൺ ആയിട്ട് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്തായിരിക്കും? ഐ വാസ് ഫീലിംഗ് എ ബിറ്റ് അണ്ടർ ദ വെദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സിക്ക് ആയിരുന്നു, അണ്ടർ ദ വെദർ. ഓൾ റൈറ്റ്. അപ്പം ഈ ആൻസർ എന്താ വരുന്നത്? ഐ വാസ് ഫീലിംഗ് എ ബിറ്റ് അണ്ടർ ദ വെദർ. ഓൾ റൈറ്റ്. കിട്ടിയോ? അപ്പം ഇഡിയംസ് അല്ലെ, നമ്മളിപ്പം വൊക്കാബുലറി സൈഡിൽ ഒരു ഇഡിയം കണ്ടു, അതുപോലെ തന്നെ ഒരു വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ കണ്ടു അല്ലെ. ഇതിനെയൊക്കെ നമ്മൾ ഇങ്ങനെ കോഡ്സ് ഒക്കെ ഇട്ട് ഈസി ആയിട്ട് നമുക്ക് പഠിച്ചു പോകണം. ആദ്യം PYQs വെച്ചിട്ടാണ് നമ്മൾ ആക്ച്വലി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഏതൊക്കെയാണ് ഒരു പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് അല്ലെ. പരീക്ഷയെ അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി അടുത്തത് വളരെ നല്ലൊരു ചോദ്യമാണ് അല്ലെ. അബ്രീവിയേഷൻസിന്റെ എക്സ്പാൻഷൻസ്, കോമൺ ആയിട്ടുള്ള അബ്രീവിയേഷൻസ് ആ. കംപ്ലീറ്റ് ദ സെന്റൻസ് ബൈ ചൂസിംഗ് ദ അപ്രോപ്രിയേറ്റ് വൺ ഫ്രം ദ അബ്രീവിയേഷൻസ് ഗിവൺ ബിലോ. ഐ ഹാഡ് എ ഡാഷ് വെൻ ദ ക്രൗഡ് അറ്റ് ദ ഫെയർ ഇൻക്രീസ്ഡ്. ഈ ഫെയറിലെ ക്രൗഡ് ഇൻക്രീസ് ചെയ്തപ്പോൾ ഐ ഹാഡ് എ ഡാഷ്, എനിക്ക് എന്തോ ഒന്ന് ഫീൽ ചെയ്തു. എന്താന്നാണ് നമ്മൾ പറയേണ്ടത്? LDK ഉണ്ട്, ICL ഉണ്ട്, ഫോമോ ഉണ്ട്, BRB ഉണ്ട്. ആദ്യം നമുക്ക് പഠിക്കാം. ആദ്യം നമുക്ക് നോക്കാം. LDK എന്താ? ലുക്ക് ഐ ഡോണ്ട് നോ. ഓക്കെ, ചില സമയങ്ങളിൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോഴൊക്കെ പറയുന്നതാ. ശരിക്കും IDK എന്ന് പറഞ്ഞാൽ മതി, ഐ ഡോണ്ട് നോ. അതിനെയാണ്, അല്ലെങ്കിൽ ലുക്ക് ഐ ഡോണ്ട് നോ, അതാണ് LDK. ഓക്കെ, ഇനി നമുക്ക് ICL എന്താ? ഐ കാൺ ലൈ. ഇനി ഫോമോ ശ്രദ്ധിക്കണം, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. ഫോമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. അതായത് മറ്റുള്ളവർ ആസ്വദിക്കുന്നതോ നേടുന്നതോ ആയ കാര്യങ്ങള് തനിക്കും നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടിയോ, ഉത്കണ്ഠയോ ആണ് ഫോമോ എന്ന് പറയുന്നത്. ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ ആസ്വദിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് കാണാൻ പറ്റാതായി പോകുമോ, എനിക്കത് മിസ്സായി പോകുമോ എന്നുള്ള ഒരു ഉത്കണ്ഠ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോമോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി BRB, ബി റൈറ്റ് ബാക്ക്. അതായത് നമ്മളിപ്പോ ഒരാളോട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അയാളുടെ കൂടെ ഒരു ഓൺലൈൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക, നമുക്കൊന്ന് എന്തോ ഒരു ചെറിയ കാര്യത്തിന് അതിൽ നിന്നൊന്ന് ഇറങ്ങണം, എന്നാൽ നമ്മൾ പെട്ടെന്ന് തിരിച്ചു വരികയും ചെയ്യും. അതിനാണ് നമ്മൾ ബി റൈറ്റ് ബാക്ക്, ഇൻഡിക്കേറ്റിംഗ് എ ടെമ്പററി ഡിപ്പാർച്ചർ ഫ്രം എ കോൺവെർസേഷൻ, chat or online game. It is used to let others know you are stepping away from your device but will return shortly. നിങ്ങൾ നിങ്ങളുടെ ഡിവൈസിൽ നിന്ന് ഒന്ന് ഇറങ്ങുകയാണ്, ഇപ്പൊ തന്നെ ഞാൻ തിരിച്ചു വരും, അത് കാണിക്കാം. നമ്മൾ ഓൺലൈൻ ഗെയിമിലോ അല്ലെങ്കിൽ കോൺവെർസേഷനിലോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം അല്ലെ. മറ്റ് അപ്പുറത്തിരിക്കുന്ന ആളെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കാം, ഞാൻ ഒന്ന് ഇറങ്ങുന്നുണ്ട്, ഇപ്പൊ തന്നെ തിരിച്ചു വരും. അതാണ് BRB, ബി റൈറ്റ് ബാക്ക്. അപ്പൊ നമ്മൾ അബ്രിവിയേഷൻസിന്റെ എക്സ്പാൻഷൻസ് പഠിച്ചു അല്ലെ. ഇനി നമുക്ക് നോക്കാം. ഐ ഹാഡ് എ ഡാഷ് വെൻ ദ ക്രൗഡ് അറ്റ് ദ ഫെയർ ഇൻക്രീസ്ഡ്. എന്തായിരിക്കും? ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ആയിരിക്കും അല്ലെ, നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു ഉത്കണ്ഠ. അപ്പൊ ഫോമോ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഫോമോ. ഓക്കെ, ഫോമോ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ കണ്ടോ, നമ്മൾ LDCക്കൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാന്നൊക്കെ നമ്മളിങ്ങനെ മൊത്തത്തിൽ ഒരു ധാരണയുണ്ട്. അപ്പം ഇതേ വർഷത്തിലുള്ള അല്ലെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുമ്പം, തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അനലൈസ് ചെയ്യുമ്പം നമുക്ക് മനസ്സിലാവുന്നത് എന്താ? അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, അപ്പം അതിനനുസരിച്ച് തന്നെ നമ്മൾ പഠിക്കാം. ഓക്കെ, അടുത്ത ചോദ്യം. ഐഡന്റിഫൈ ദ എറർ ഇൻ ദ ഗിവൺ സെന്റൻസ് ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻസ്. ഷി വാസ് കോംപ്ലിമെന്റഡ് ഓൺ ഹെർ സക്സസ് at the intercollegiate quiz festival held yesterday at the college auditorium. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കി, കോംപ്ലിമെന്റ് എന്ന് പറയുന്ന വേർഡ് കുറച്ച് കോംപ്ലക്സാ. ഞാൻ പറഞ്ഞുതരാം. 2 കോംപ്ലിമെന്റ് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാമത്തെ കോംപ്ലിമെന്റ് ഉള്ളത് കംപ്ലീറ്റ് എന്ന് എഴുതുമ്പോ അല്ലേ, അപ്പം COMPLEMENT. കംപ്ലീറ്റ് എന്ന് എഴുതുമ്പം PLE അല്ലേ, അപ്പം കോംപ്ലിമെന്റ്. പൂരകം,
ഒന്നിനെ പൂർണ്ണമാക്കാൻ സഹായിക്കുന്നത്. നമ്മളൊരു ഡ്രസ്സൊക്കെ ഇട്ട് വന്നാൽ ഈ ഷൂ ഇതിന് കോംപ്ലിമെന്റ് ആയിരിക്കും, അതിന്റെ ലുക്കിനെ പൂർണ്ണമാക്കാൻ അത് സഹായിക്കും എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നമ്മൾ പറയാറുണ്ട്. അപ്പം പൂരകം എന്നാണ് ഈ കോംപ്ലിമെന്റിന്റെ അർത്ഥം. ഇനി ഇവിടെ വേറെ ഒരു കോംപ്ലിമെന്റ് ഉണ്ട്, COMPLI. കണ്ടോ, ഇവിടെ ഇ ആണെങ്കിൽ ഇവിടെ ഐ. ഇത് അഭിനന്ദനം. ഓക്കെ, ഒരാളെ നമ്മൾ അഭിനന്ദിക്കുന്നതിന് ഈ കോംപ്ലിമെന്റ് COMPLIMENT. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസിലെ എറർ എന്താ? ഷി വാസ് കോംപ്ലിമെന്റഡ്, കംപ്ലീറ്റ് ചെയ്തു എന്നാണോ വേണ്ടത്? അതിനെ പൂർണ്ണമാക്കി, പൂരകം എന്നാണോ? അല്ല, അഭിനന്ദിക്കപ്പെട്ടു അല്ലെ? അവിടെ എന്താ വേണ്ടത്? ഈ ആണോ? അഭിനന്ദനത്തിനുള്ള കോംപ്ലിമെന്റിൽ നമ്മൾ COMPLI അല്ലേ പഠിച്ചിട്ടുള്ളത്? കോംപ്ലിമെന്റഡ് ഓൺ ഹെർ സക്സസ് അറ്റ് ദ ഇന്റർ കൊളീജിയറ്റ് ക്വിസ് ഫെസ്റ്റിവൽ ഹെൽഡ് യെസ്റ്റർഡേ അറ്റ് ദ കോളേജ് ഓഡിറ്റോറിയം. സോ എറർ പാർട്ട് ഇതാണ്. എററിനെ റെക്ടിഫൈ ചെയ്താൽ ഇവിടെ ഐ കൊടുത്താൽ ആൻസർ ആയി. ക്ലിയർ ആണോ പറയുന്നത്? അപ്പം നമുക്ക് എറർ ഐഡന്റിഫൈ ചെയ്യുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്, എസ്പെഷ്യലി അത് വേർഡ്സിന്റെ സൈഡിലൊക്കെയുള്ള സ്പെല്ലിങ്ങിലൊക്കെയുള്ള എറേഴ്സ്, ഇങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത നോക്കുക. fill in the blank using the correct phrasal verb given as options. She decided to dash the topic in the next meeting. അവള് നെക്സ്റ്റ് മീറ്റിംഗിൽ ആ ടോപ്പിക് എന്തോ ചെയ്യാൻ തീരുമാനിച്ചു അല്ലെ? ആദ്യം നമുക്ക് ബ്രിങ് അപ്പ്, പാസ് ഔട്ട്, ഗെറ്റ് അലോങ്, റൺ ഇൻ ടു, ഇതൊക്കെ എന്താണെന്ന് നോക്കാം. അപ്പൊ നോക്കുക, ആദ്യം ബ്രിങ് അപ്പ്, ഉയർത്തിക്കൊണ്ടുവരിക. അടുത്ത മീറ്റിംഗില് ഇത് ഷീ ഡിസൈഡഡ് ടു ഡാഷ് ദ ടോപ്പിക് ഇൻ ദ നെക്സ്റ്റ് മീറ്റിംഗ്. അടുത്ത മീറ്റിംഗിൽ ഈ ടോപ്പിക് ഉയർത്തിക്കൊണ്ടുവരാൻ അവള് തീരുമാനിച്ചു അല്ലെ? അങ്ങനെ പറയാം. ഓക്കെ, അതാണ് ശരി. ഇനി പാസ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് അബോധാവസ്ഥയിലാവുക, ടു ലൂസ് കോൺഷ്യസ്നെസ് ഓർ ഫെയിൻഡ് ആവുക, ബോധം കെടുക, ഡ്യൂ ടു ഇൽനെസ്, അസുഖം കൊണ്ടൊക്കെ, അതാണ് പാസ് ഔട്ട് ആവുക കേട്ടോ. ഇനി ഗെറ്റ് അലോങ് എന്താ? ടു ഹാവ് എ ഫ്രണ്ട്ലി ഹാർമോണിയസ് റിലേഷൻഷിപ്പ് വിത്ത് സംവൺ. ഒരാളുമായിട്ട് നല്ല ഹാർമോണിയസ് ആയിട്ടുള്ള നല്ലൊരു അഗ്രിമെന്റിൽ, നല്ലൊരു റിലേഷനിൽ പോകുന്നതിന് ഗെറ്റ് അലോങ് എന്ന് പറയാം. ഇനി അതല്ലെങ്കിൽ ഒരു കാര്യത്തെ നമ്മൾ മാനേജ് ചെയ്യാം അല്ലെങ്കിൽ കോപ്പ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് എന്തുപയോഗിക്കാം? ഗെറ്റ് അലോങ്. അല്ലെങ്കിൽ പ്രോഗ്രസ് കാണിക്കാൻ വേണ്ടിയിട്ടും, നമുക്ക് ഒരു കാര്യത്തിലുള്ള പ്രോഗ്രസ് കാണിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഗെറ്റ് അലോങ് ഉപയോഗിക്കാം. ഓക്കെ, ഒരു കാര്യത്തിലുള്ള പ്രോഗ്രസ് കാണിക്കാനും ഗെറ്റ് അലോങ് ഉപയോഗിക്കാം. ഇനി നമുക്ക് എന്തുണ്ട്? റൺ ഇൻ ടു എന്ന് പറഞ്ഞാൽ മീറ്റ് ബൈ ചാൻസ്, ആക്സിഡന്റലി നമ്മൾ കണ്ടുമുട്ടുക, അല്ലെങ്കിൽ കൊളൈഡ്, കൂട്ടിയിടിക്കുക അല്ലെ? കൊളൈഡ് വിത്ത്, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഡിഫിക്കൽട്ടീസ് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ള അർത്ഥത്തിലും, അല്ലെങ്കിൽ റീച്ച് എ ടോട്ടൽ, ഇങ്ങനെ പല അർത്ഥത്തിൽ റൺ ഇൻ ടു ഉപയോഗിക്കാറുണ്ട്. റെയർ ആയിട്ടുള്ള ഒരു ഫ്രേസൽ വെർബാ, എപ്പോഴും ഒന്നും ചോദിച്ചു കാണാറില്ല. സോ പലതരം അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ അവൾ അടുത്ത മീറ്റിംഗിൽ ഉയർത്തിക്കൊണ്ടുവരിക, ബ്രിങ് അപ്പ്. ആൻസർ വരുന്നത് എന്താ? ബ്രിങ് അപ്പ്. അപ്പം ഫ്രേസൽ വെർബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺഅവോയ്ഡബിൾ ടോപ്പിക് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് എന്ത്? ഫ്രേസൽ വെർബ്സ് എന്ന് പറയുന്നത്. അപ്പൊ ബ്രിങ് അപ്പ് ഇവിടെ ആൻസർ ആയിട്ട് വരും. ഇനി അടുത്ത നോക്കുക. ചൂസ് ദ മീനിങ് ഓഫ് ദ വേർഡ് ഇൻ ബോൾഡ് ഇൻ ദ ഗിവൺ സെന്റൻസ് ഫ്രം ദ ഓപ്ഷൻസ് വിച്ച് ഫോളോ. People believed that democracy is the panacea. അപ്പം ബോൾഡിലുള്ളത് പെനേസിയ ആണ്. നമ്മൾ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനിൽ പെനേസിയ എന്താണെന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, പെനേസിയ ഫോർ ദ ഹ്യൂമാനിറ്റി ആസ് എ ഹോൾ. പീപ്പിൾ ബിലീവ്ഡ് ദാറ്റ്. പീപ്പിൾ എന്താ വിശ്വസിക്കുന്നത്? ഡെമോക്രസി ഈസ് ദ പെനേസിയ. ഡെമോക്രസിയാണ് പെനേസിയ ഫോർ ദ ഹ്യൂമാനിറ്റി ആസ് എ ഹോൾ. ഓക്കെ, അപ്പൊ ഈ പെനേസിയ എന്ന് പറയുന്നത് എന്താന്നാ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പെനേസിയ നമ്മൾ പഠിച്ചിട്ടുള്ളത് ക്യൂർ ഓൾ, സർവരോഗ സംഹാരി എന്നുള്ള അർത്ഥത്തിലാ നമ്മൾ എന്ത് പഠിച്ചിട്ടുള്ളത്? പെനേസിയ. അപ്പൊ ഇവിടുത്തെ ഓപ്ഷനിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്തെടുക്കാം. സോഴ്സ് ഓഫ് ഓൾ പ്രോബ്ലംസ് ആണോ? എല്ലാത്തിന്റെയും കാരണമാ? അല്ല, സൊല്യൂഷൻ ഫോർ ഓൾ പ്രോബ്ലംസ്, അതായത് എല്ലാത്തിന്റെയും സൊല്യൂഷൻ. സർവരോഗ സംഹാരി അല്ലേ പെനേസിയ അല്ലെ? ക്യൂർ ഓൾ അല്ലേ? അപ്പം സൊല്യൂഷൻ ഫോർ ഓൾ പ്രോബ്ലംസ്. അപ്പൊ നമുക്ക് ബോൾഡിൽ ഒരു വേർഡ് തന്നിട്ടുണ്ട്, അതിന് പറ്റാവുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത് അല്ലെ? അപ്പൊ ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള, പെനേസിയൊക്കെ നമുക്ക് പഠിക്കാനുള്ളത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇതൊക്കെ. ഓക്കെ, ഇനി അപ്പം സൊല്യൂഷൻ ഫോർ ഓൾ പ്രോബ്ലംസ്. ഇനി അപ്പം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു. ഇനി നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ക്ലർക്ക് 2025 വാരിയസ്. അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷ് ഭാഗം നമുക്കൊന്ന് നോക്കാം. അപ്പൊ ശ്രദ്ധിച്ചോ, ആദ്യത്തെ ചോദ്യം, fill in the blank using the appropriate form of the verb. Usually they play cricket, but now they dash football.
അപ്പം യൂഷ്വലി ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് കൊടുക്കും? സിമ്പിൾ പ്രസന്റ്. ടെൻസിന്റെ ഭാഗത്ത് നിന്നും ചോദിച്ച ഒരു വളരെ നല്ലൊരു ചോദ്യമാണ്, ഒരു ബേസ് ലെവൽ ക്വസ്റ്റ്യൻ. അപ്പോ നമ്മള് ഹാബിച്വൽ ആയിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന, യൂഷ്വലി ചെയ്യുന്ന ഒരു കാര്യത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുക. അപ്പം ദേ എന്ന് പറഞ്ഞാൽ പ്ലൂരൽ ആയതുകൊണ്ട് നമ്മൾ പ്ലേ, അതായത് ഡു ഫോം, പ്ലേ പ്ലസ് ഡു ആണ് പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേ എഴുതും. ഇനി ഷിയോ ഹിയോ ഒക്കെ ആയിരുന്നെങ്കിൽ പ്ലേസ് എന്ന് വേണമായിരുന്നു, ഡസ് ഫോം, പ്ലേസ്, അതായത് പ്ലേ പ്ലസ് ഡസ്. ഓക്കെ, അപ്പം യൂഷ്വലി ദേ പ്ലേ ക്രിക്കറ്റ് ബട്ട് നൗ ദേ ഡാഷ് ഫുട്ബോൾ. നൗ എന്ന് പറയുന്ന ഒരു വേർഡ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കേണ്ട ടെൻസ് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അപ്പം നൗ എന്ന് പറയുന്ന ഒരു വേർഡ് കണ്ട അപ്പൊ തന്നെ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഈ പ്രസന്റ് കണ്ടിന്യൂസിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആർ ഓർ ആം പ്ലസ് വേർബ് പ്ലസ് ING ആണ്. ഓക്കെ, സബ്ജക്റ്റ് ഈസ് ആം ആർ, വേർബ് പ്ലസ് ING. ഓക്കെ, അപ്പം ആദ്യത്തെ ടെൻസ് ആണ് സിമ്പിൾ പ്രസന്റ്, രണ്ടാമത്തേതാണ് പ്രസന്റ് കണ്ടിന്യൂസ്. ഓക്കെ, അപ്പം ഇതിന്റെ ഭാഗത്ത് നിന്ന് വന്നേ നൗ എന്ന് പറയുന്ന ഒരു വേർഡ് കണ്ടാൽ നമ്മൾ ടെൻസ് പ്രസന്റ് കണ്ടിന്യൂസിൽ കൊടുക്കണം. സബ്ജക്ട് പ്ലസ് ഈസ് ഓർ ആർ ഓർ ആം പ്ലസ് വേർബ് പ്ലസ് ING. ഇതിൽ ഏതാണ് ആ ഫോമിൽ വരുന്നത്? വേറുണ്ട്, വേറെ പാസ്റ്റ് ആണ്. ഹാവ് ബീൻ, പ്ലേ. ഞാൻ പറഞ്ഞത് എന്താ? ഈസ് ആർ ആം പ്ലസ് വേർബ് പ്ലസ് ING. ഇവിടെ ആറ് അല്ലേ? ആറ്. നൗ ദേ, ദേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലൂരൽ ആണ്, അതുകൊണ്ട് ഈസ് ഉപയോഗിക്കാൻ പറ്റില്ല, ആറാണ്. സിംഗുലറിന്റെ കൂടെ ഈസ് ഉപയോഗിക്കാം, പ്ലൂരലിന്റെ കൂടെ ആറ്, ഐയുടെ കൂടെ ആം. അപ്പൊ ഇവിടെ ദേ പ്ലൂരൽ ആയതുകൊണ്ട് ആറ്, പിന്നെ ING, പ്ലേയിങ്. നൗ ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ. ഓക്കെ, ടെൻസിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നൗ എന്ന് പറയുന്ന ഒരു വേർഡ് കണ്ടു കഴിഞ്ഞാൽ പ്രസന്റ് കണ്ടിന്യൂസിൽ ടെൻസ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്ത നോക്കുക, സെലക്ട് ദ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ദേ റെയർലി വിസിറ്റ് us. ഓക്കെ, ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ്. റെയർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് വേർഡാണ്. അപ്പം ടാഗ് പോസിറ്റീവ് ആയിരിക്കണം അല്ലെ? ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. വിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വിസിറ്റ്. വിസിറ്റിന്റെ ഉള്ളിൽ ആരുണ്ട്? ഡു ഉണ്ട് അല്ലെ? വിസിറ്റ് പ്ലസ് ഡു ആണ് വിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഡൂവിനെ നമ്മൾ പുറത്തേക്ക് എടുത്തു. ഇനി നമുക്ക് ദേ ആണെന്ന് അറിയാം അല്ലെ? ഡു ദേ എന്ന് കൊടുത്താൽ മതി. കാരണം എന്താ? സെന്റൻസ് ഓൾറെഡി നെഗറ്റീവാ, അപ്പം ടാഗ് പോസിറ്റീവ് ആയിട്ട് കൊടുക്കണം. സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിട്ട് കൊടുക്കണമായിരുന്നു, അതായത് ഡോണ്ട് ദേ എന്നൊക്കെ കൊടുക്കണമായിരുന്നു. ഇവിടെ എന്താണ്? സെന്റൻസ് നെഗറ്റീവ് ആണ്, ടാഗ് നമുക്ക് പോസിറ്റീവ് ആയിട്ട് കൊടുക്കാം. ആൻസർ എന്ത് വരും? ഡു ദേ. ആൻസർ എന്താ വരുന്നത്? ഡു ദേ. ഡൺ. അടുത്ത ചോദ്യം നോക്ക്. Select the suitable phrasal verb. The proposal was dash due to the lack of funds. വീണ്ടും phrasal verb. കണ്ടോ? phrasal verb എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. The proposal was dash due to lack of fund. ഫണ്ടിന്റെ ഇല്ലായ്മ കാരണം ആ പ്രപ്പോസൽ നിരസിക്കപ്പെട്ടു, റിജക്ട് ചെയ്യപ്പെട്ടു എന്നാ. അപ്പം ഈ റിജക്ട് ചെയ്തു എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് ടേൺ ഡൗൺ ആണ്. ടേൺ ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ? റിജക്ട്, നിരസിക്കുക. The proposal was turned down due to lack of funds. All right. ഇനി നമുക്ക് ഇവിടെ ടേൺ ഓൺ ഉണ്ട്. ടേൺ ഓൺ ദ ലൈറ്റ് എന്നൊക്കെ പറയും. സ്വിച്ച് ഓൺ എന്നാണ് അർത്ഥം. ടേൺ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ച് ഓൺ ആണ്. ഇവിടെ ടേൺ അപ്പ് ഉണ്ട്. അറൈവ്, അപ്പിയർ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് നമ്മൾ ടേൺ അപ്പ് ഉപയോഗിക്കുന്നത്. ഈ ടേൺ അവേ, നമ്മൾ ഫേസ് ഒക്കെ തിരിക്കി ഒരാളെ കാണുമ്പോൾ ടേൺ അവേ നോർമൽ ആയിട്ടുള്ള ഒരു യൂസേജ് ആണ്. അപ്പൊ ഇവിടെ ടേൺ ഓൺ ഓർത്ത് വെക്കുക, സ്വിച്ച് ഓൺ ആണ്. ടേൺ ഡൗൺ നിരസിക്കുക, റിജക്ട്. ടേൺ അപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് അറൈവ് അല്ലെങ്കിൽ അപ്പിയർ. ഓക്കെ, ക്ലിയർ ആണോ? ഇനി അടുത്ത ചോദ്യം. ഐ തിങ്ക് ദ മാനേജർ ഈസ് ഡ്രാഗിങ് ഹിസ് ഫീറ്റ് ഇൻ ദിസ് കേസ്. ഓക്കെ, അപ്പം അതില് കൊട്ടേഷനിൽ എന്ത് തന്നിട്ടുണ്ട്? ഡ്രാഗിങ് ഹിസ് ഫീറ്റ് ഇൻ ദിസ് കേസ് എന്ന് തന്നിട്ടുണ്ട് അല്ലെ? ദ സെന്റൻസ് ക്യാൻ ബി ഇന്റർപ്രറ്റഡ് ആസ്. ഈ സെന്റൻസിനെ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാന്ന? ആദ്യം ഇന്റർപ്രറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്താ ഈ ഡ്രാഗിങ് ഹിസ് ഫീറ്റ് എന്ന് നോക്കാം. ഒരാളുടെ ഫീറ്റ് ഡ്രാഗ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? someone is delaying or acting deliberately slowly because they do not want to do a task. ഒരു കാര്യം ഒരാൾ ഇങ്ങനെ ഡിലേ ആക്കുക, അല്ലെങ്കിൽ എന്താക്കുക? ഓർ ആക്ടിങ് ഡെലിബറേറ്റ്ലി സ്ലോലി, മനഃപൂർവ്വം എങ്ങനെ സ്ലോ ആയിട്ട് ചെയ്യുക. കാരണം എന്താ? പുള്ളിക്ക് ആ കാര്യം ചെയ്യാൻ താല്പര്യമില്ല. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡ്രാഗിങ് ഹിസ് ഫീറ്റ് എന്ന് പറയുന്നത്. ഡിലേ ആക്കുക അല്ലെങ്കിൽ പതുക്കെ ചെയ്യാം. അപ്പോ നമുക്ക് തന്നിരിക്കുന്നത് ദ മാനേജർ, ഐ തിങ്ക് ദ മാനേജർ ഈസ് ഡ്രാഗിങ് ഹിസ് ഫീറ്റ് ഇൻ ദിസ് കേസ് എന്നാണ്. അപ്പൊ അതിന്റെ കൃത്യമായ അർത്ഥം എന്താണെന്നാ ചോദിച്ചത്, അതിന്റെ ഇന്റർപ്രിട്ടേഷൻ എന്താണെന്ന് അല്ലേ?
ഓപ്ഷൻ സി നോക്ക്, ദ മാനേജർ ഇസ് ആക്ടിങ് സ്ലോലി. കണ്ടോ, വലിപ്പിക്കുക, ഡിലേ ചെയ്യുക അല്ലെ, ആക്ടിങ് സ്ലോലി ഇൻ ദിസ് കേസ് ബിക്കോസ് ഹി ഡസ് നോട്ട് വോണ്ട് ടു ഡു ഇറ്റ്. ഓക്കെ, അയാൾക്കത് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് അത് ഇങ്ങനെ സ്ലോ ആക്കുക. കണ്ടോ, അപ്പൊ നമുക്ക് ആ ഒരു ഇഡിയത്തിന്റെ, ആ ഒരു യൂസേജിന്റെ, ആ ഒരു ഫ്രേസിന്റെ അർത്ഥം അറിയാമെങ്കിൽ നമുക്ക് അതിന്റെ ഇന്റർപ്രിട്ടേഷൻ കൃത്യമായിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള യൂസസ്, ഫ്രേസസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. ഇഡിയംസ് ആൻഡ് ഫ്രേസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഓൾറെഡി നമ്മൾ LDCക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സ് ഒക്കെ റണ്ണിങ് ആണ്. ഓക്കെ, ദെൻ അടുത്തൊരു ചോദ്യം, കംപ്ലീറ്റ് ദ സെന്റൻസ് യൂസിങ് ദ കറക്റ്റ് ഓപ്ഷൻ. ഇഫ് ഐ ഹാഡ് എ കാർ ഐ ഡാഷ്. ഓൾറെഡി നമ്മൾ നമ്മുടെ ഫസ്റ്റ് സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കൂടെ ഇഫ് ക്ലോസ് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തതാ അല്ലെ. അപ്പൊ ഇഫ് ക്ലോസിൽ ഇഫ് ഐ ഹാഡ് എ കാർ, ഈ ഹാഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഹാഡ് പ്ലസ് V3 തന്നിട്ടില്ല, മൂന്നാമത്തെ കണ്ടീഷൻ അല്ല, ഹാഡ് മാത്രം. നമ്മള് ഹാസ് അല്ലെങ്കിൽ ഹാവ്, അതിന്റെ V2 ഹാഡ് ആണ്, V3 ഹാഡ് ആണ്. സോ ഇഫ് ഐ ഹാഡ് എ കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് V2 ആണ്. ഇഫ് ഐ ഹാഡ് എ കാർ, അപ്പൊ V2 ആണ്. അപ്പുറത്ത് നമ്മള് വുഡ് പാസ് എന്നല്ലേ പഠിച്ചിട്ടുണ്ടായിരുന്നത്, ഓർക്കുന്നുണ്ടോ? വുഡ് പാസ് അല്ലെ. അപ്പൊ ഇതിൽ ഏത് കൊടുക്കണം? ഇഫ് ഐ ഹാഡ് എ കാർ, എനിക്കൊരു കാർ ഉണ്ടായിരുന്നെങ്കിൽ ഐ ഡാഷ്, ഐ വിൽ ഡ്രോപ്പ് യു, വിൽ അല്ല, ഐ വുഡ് ഡ്രോപ്പ്. യെസ്, ഐ വുഡ് ഡ്രോപ്പ് യു അറ്റ് ദ ബസ് സ്റ്റോപ്പ്. വുഡ് ഹാവ് ഡ്രോപ്പ്ഡ് ഒന്നും വേണ്ട, കാരണം ഹാഡിന്റെ കൂടെ V3 ഒന്നും നമ്മൾ കാണുന്നില്ല അല്ലെ. കുഡ് ഹാവ് ഡ്രോപ്പ്ഡും വേണ്ട. ഓൾ റൈറ്റ്, അപ്പം ഹാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V2 ആണ്, അപ്പുറത്ത് നമ്മൾ വുഡ് പ്ലസ് V1 കൊടുക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ ആയിട്ട് വുഡ് ഡ്രോപ്പ് യു അറ്റ് ദ ബസ് സ്റ്റോപ്പ് എന്ന് കൊടുക്കാം. എനിക്കൊരു കാർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ ബസ് സ്റ്റോപ്പിൽ ഡ്രോപ്പ് ചെയ്തേനെ, അതാണ് അർത്ഥം വരുന്നത്. കണ്ടീഷണൽ സെന്റൻസാ അല്ലെ. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. നീ നന്നായി പഠിച്ചാ നീ പാസ് ആവും. ഓക്കെ, അടുത്ത നോക്ക, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് എ സിനോണിം ഓഫ് ദ വേർഡ് ഡിസ്പോസിഷൻ. ഡിസ്പോസിഷൻ എന്ന് പറഞ്ഞ ഒരാളുടെ ക്യാരക്ടർ ആണ്, ഒരാളുടെ സ്വഭാവമാണ് കേട്ടോ. ഡിസ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടർ. ഇപ്പൊ സിനോണിം ആണ് അല്ലെ, സിനോണിം ക്വസ്റ്റ്യൻ, ക്യാരക്ടർ, സ്വഭാവത്തിനെയാണ് നമ്മൾ ഡിസ്പോസിഷൻ എന്ന് പറയുന്നത്. ഡിസ്പോസിഷൻ. ഓൾ റൈറ്റ്, ഇനി അടുത്തത്, എ ഗ്രൂപ്പ് ഓഫ് സോൾജിയേഴ്സ് ഇസ് കോൾഡ്. സോൾജിയേഴ്സിന്റെ ഗ്രൂപ്പിനെ എന്താ വിളിക്കുന്നത്? സോൾജിയേഴ്സിന്റെ ഗ്രൂപ്പിനെ എന്താ വിളിക്കുന്നത്? ട്രൂപ്പ്. ഈ ട്രൂപ്പ് ആണ് കേട്ടോ. ഇവിടെ വേറൊരു ട്രൂപ്പും കൂടെ ഉണ്ട് അല്ലെ. സോൾജിയേഴ്സിന്റെ ഗ്രൂപ്പിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ട്രൂപ്പ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ട്രൂപ്പ്, ട്രൂപ്പ് എന്ന് മാത്രമല്ല, സോൾജിയേഴ്സിന്റെ ഗ്രൂപ്പിനെ നമ്മൾ എന്തും കൂടെ വിളിക്കാറുണ്ട്? ആർമി എന്ന് കൂടെ വിളിക്കാറുണ്ട്. ട്രൂപ്പ് അല്ലെങ്കിൽ ആർമി എന്ന് നമുക്ക് സോൾജിയേഴ്സിന്റെ ഗ്രൂപ്പിനെ വിളിക്കാം. ഈ ട്രൂപ്പാണ് TRROP. ഇനി ഇവിടെ വേറൊരു ട്രൂപ്പ് ഉണ്ട്, TROUPE. ആക്ടേഴ്സിന്റെ ഗ്രൂപ്പിനെ, കളക്റ്റീവ് നൗൺസ് എന്നുള്ള ക്വസ്റ്റ്യനാ, ആക്ടേഴ്സിന്റെ ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രൂപ്പ്. TROUPE, ട്രൂപ്പ്, ആക്ടേഴ്സിന്റെ ഗ്രൂപ്പാ. ഇനി ഹേർഡ്, കാറ്റിൽ, കന്നുകാലികളുടെ കൂട്ടത്തിനാണ് നമ്മൾ ഹേർഡ് എന്ന് പറയുന്നത്. കന്നുകാലികളുടെ കൂട്ടത്തിന് നമ്മൾ എന്താ പറയുന്നത്? ഹേർഡ്. ഇനി ഫ്ലോക്ക്, ഷീപ്പ്, ഷീപ്പിന്റെ കൂട്ടത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലോക്ക് എന്ന് പറയുന്നത്. ഇവിടെ അഡീഷണലി ഒരു കാര്യം കൂടെ പഠിച്ചു വെച്ചോ. സ്കൂള് അല്ലെങ്കിൽ ഷോള് എന്തിന്റെ ഗ്രൂപ്പാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിഷ്. ഫിഷിന്റെ ഗ്രൂപ്പിനെയാണ് നമ്മൾ സ്കൂള് അല്ലെങ്കിൽ ഷോൾ എന്ന് വിളിക്കുന്നത്. സ്കൂൾ അല്ലെങ്കിൽ ഷോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷ് അല്ലെ. മത്സ്യങ്ങളുടെ കൂട്ടത്തിനെയാണ് സ്കൂള് അല്ലെങ്കിൽ ഷോള്. രാവിലെ തന്നെ ഫിഷ് ഷോളൊക്കെ ഇട്ട്, സ്പെല്ലിങ് മറ്റേ ഷോളിന്റെ ഒന്നല്ല, ഷോളൊക്കെ ഇട്ട് ഇവിടെ പോകുന്നു, സ്കൂളിൽ പോകുന്നു. കോഡാണേ. രാവിലെ തന്നെ ഫിഷ് എന്താ ചെയ്യുന്നത്? സ്കൂളിൽ പോവുക, ഷോളൊക്കെ ഇട്ട്. അപ്പം സ്കൂളും ഷോളും ഫിഷിന്റെ കളക്റ്റീവ് നൗൺ ആണ്. അപ്പം ആക്ടേഴ്സിന് ഈ ട്രൂപ്പ്, ആർമി, പിന്നെ ഈ ട്രൂപ്പ് ഒക്കെ നമ്മൾ സോൾജിയേഴ്സിന് അല്ലെ. ഷീപ്പിന് ഫ്ലോക്ക്, കാറ്റിലിന് ഹേർഡ്. ഇനി അടുത്ത നോക്ക്, പിക്ക് ഔട്ട് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഫ്രം ദ ഫോളോയിങ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, പിക്ക് ഔട്ട് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഫ്രം ദ ഫോളോയിങ്. ഇതില് സിലൗട്ട്, സിലൗട്ടിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SILHOUETTE. നിഴൽ ചിത്രത്തിനാണ് നമ്മൾ സിലൗട്ട് എന്ന് പറയുന്നത് കേട്ടോ. SIL പിന്നെ HOUETTE, സിലൗട്ട്. ഓക്കെ ആണോ? അപ്പൊ സിലൗട്ടിന്റെ സ്പെല്ലിംഗ് SILHOUE, OUETTE, സിലൗട്ട്. ഇനി അടുത്ത നോക്കുക, ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്, റിപ്പോർട്ടഡ് സ്പീച്ച്. ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച്, റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. റീത്ത ആസ്ക്ഡ് രമേശ്, ഡു യു നോ ദ ആൻസർ. ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അതായത് ക്വസ്റ്റ്യൻ രണ്ട് തരത്തിലുണ്ട്. WH ക്വസ്റ്റ്യൻസും ഉണ്ട്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസും ഉണ്ട്.
WH ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ വാട്ട്, ഹൗ ഒക്കെ പോലെ WH തുടങ്ങുന്ന ക്വസ്റ്റ്യൻ വേർഡ്സിൽ ആരംഭിക്കുന്നത്. ഇനി യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിലറി വേർബിൽ ആരംഭിക്കുന്നത്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഡു എന്ന് പറയുന്ന ഓക്സിലറി വേർബിൽ ആരംഭിച്ചിരിക്കുന്ന ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കൺജങ്ഷൻ ആയിട്ട് ഇഫ് അല്ലെങ്കിൽ വെദർ ഉപയോഗിക്കണം. ഇഫ് അല്ലെങ്കിൽ വെദർ ഉപയോഗിക്കണം. ഓക്കെ, അപ്പൊ ഇതൊരു ക്വസ്റ്റ്യന്റെ സ്ട്രക്ചർ ആണ് അല്ലെ, ഡു യു നോ. ഇനി അതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഒരു സെന്റൻസിന്റെ സ്ട്രക്ചറിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ഈ ഡു നോ, ഐ മീൻ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോ പ്ലസ് ഡു ആണ് അല്ലെ. അതിനൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്തതാ അല്ലെ. ഓക്സിലറി വേർബ്, സബ്ജക്റ്റ്, മെയിൻ വേർബ് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തതാണ്. എന്നാ ഒരു സ്റ്റേറ്റ്മെന്റ് ആവുമ്പോൾ ഇത് ഒന്നിച്ചു തന്നെ ആയിരിക്കും നോ. ഓക്കെ, ഇനി നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ ഡു നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ അത് ഏത് ടെൻസാ? സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സിമ്പിൾ പാസ്റ്റിലോട്ടാ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ നോ എന്താവും റിപ്പോർട്ട് ചെയ്യുമ്പോൾ? ന്യൂ ആവും അല്ലെ, ന്യൂ ആവും. ഓൾ റൈറ്റ്, ഇത് അറിഞ്ഞാൽ തന്നെ ആൻസർ ആയി. ബാക്കി എല്ലാത്തിലും നോ ആണ്, ഒന്നിൽ മാത്രമേ ന്യൂ ഉള്ളൂ. ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പൊ നമുക്ക് നോക്കാം. റീത്ത ആസ്ഡ് രമേശ്, അപ്പൊ ഡു യു നോ ദ ആൻസർ അല്ലേ? റീത്ത രമേശിനോടാ ചോദിച്ചത് അല്ലെ. അപ്പൊ റീത്ത ആസ്ഡ് രമേശ്, ഇഫ് അല്ലെങ്കിൽ വെദർ കൊടുക്കണ്ടേ? അപ്പൊ ഇവിടെ കണ്ടോ വെദർ, വെദർ. ഇനി രമേശിനോടാ ചോദിച്ചത്, അപ്പം വെദർ കഴിഞ്ഞാൽ നമ്മൾ സബ്ജക്റ്റ് കൊടുക്കുക, വെദർ ഹി. ഇനി ഈ നോയുടെ V2 ന്യൂ ദ ആൻസർ. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ ഇതിനെ ഒരു സെന്റൻസിന്റെ സ്ട്രക്ചറിലേക്ക് കൊണ്ടുവന്നു അല്ലേ. ഇവിടെ ഓക്സിലറി വേർബ് കഴിഞ്ഞിട്ടാണ് സബ്ജക്റ്റ്, അത് കഴിഞ്ഞിട്ട് മെയിൻ വേർബ്. ഇവിടെ നോക്കുക, ഇവിടെ കൺജങ്ഷൻ ആയിട്ടുള്ള വെദർ കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് കഴിഞ്ഞിട്ടാണ് വേർബ്. വേർബിനെ സ്പ്ലിറ്റ് ചെയ്യാതെ കൊടുത്തിട്ടുണ്ട്, കാരണം ഇതൊരു സെന്റൻസ് ആണ്, നോർമൽ സെന്റൻസ് ആണ്, ക്വസ്റ്റ്യൻ അല്ല. ക്വസ്റ്റ്യനിലാണ് ഓക്സിലറി വേർബിനെയും മെയിൻ വേർബിനെയും കൂടെ സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, ആ ക്വസ്റ്റ്യന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ ഓക്സിലറി വേർബിനെയും മെയിൻ വേർബിനെയും കൂടെ ഒന്നാക്കി ഒരു നോർമൽ സെന്റൻസിന്റെ, ഐ മീൻ ഒരു നോർമൽ ഡിക്ലറേറ്റീവ് സെന്റൻസിന്റെ രൂപത്തിലോട്ട് കൊണ്ടുവരണം. ഓൾ റൈറ്റ്, അപ്പം നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ടെൻസ് ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് മാറ്റും. ഡു നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ പ്രസന്റ്, അത് ന്യൂ നാക്കി നമ്മൾ മാറ്റി അല്ലെ. പിന്നെ നമ്മൾ കൺജങ്ഷൻ ആയിട്ട് ഇഫ് അല്ലെങ്കിൽ വെദർ കൊടുക്കുന്നു അല്ലെ. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ നോക്ക്, റീത്ത ആസ്ഡ് രമേശ് വെദർ അല്ലെ, അല്ലെങ്കിൽ ഇഫ് അല്ലെങ്കിൽ വെദർ, അത് കഴിഞ്ഞ് സബ്ജക്റ്റിനെ കൊടുക്കാം. സബ്ജക്ട് രമേശിനോടാണ് ചോദിച്ചത്, അപ്പൊ ഹി ന്യൂ ദ ആൻസർ. ഇത്രയേ ഉള്ളൂ. അപ്പൊ റിപ്പോർട്ടഡ് സ്പീച്ച്, അപ്പൊ ജസ്റ്റ് ഇങ്ങനെ റിപ്പോർട്ടഡ് സ്പീച്ചിൽ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു സാധനമല്ല റിപ്പോർട്ടഡ് സ്പീച്ച്. ആദ്യം നമുക്ക് നോർമൽ സെന്റൻസുകളെ, അതായത് ഒരു അസേർട്ടീവ് സെന്റൻസിനെ മാറ്റുന്ന രീതി പഠിക്കണം. എന്നിട്ടേ നമുക്ക് ഒരു ക്വസ്റ്റ്യനെ മാറ്റുന്ന രീതിയിലോട്ടൊക്കെ കടക്കാൻ പറ്റുള്ളൂ. നമ്മൾ അത് സ്റ്റെപ്പായിട്ട് പഠിച്ചു കൊണ്ടുവരുന്നതാ. അപ്പം ഇതിലൊക്കെ നമ്മൾ തുടക്കം മുതലേ ആദ്യം ടെൻസിനെ പഠിക്കണം, എന്നാലേ നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ചും പാസീവും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ഇംഗ്ലീഷിന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്, നമ്മൾ സെന്റൻസ് മുതൽ നിങ്ങളെ പഠിപ്പിച്ചു തുടങ്ങും. അത് കഴിഞ്ഞ് ടെൻസിലോട്ട് പോകുന്നതിന് മുമ്പ് എന്താണ് വെർബ് അല്ലെ, എന്താണ് വെർബ്, ഓക്സിലറി വെർബ്സ് എന്തൊക്കെയാണ്, എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം അല്ലെ, ഓരോ ടെൻസിലുള്ള ഓക്സിലറീസ് ഏതൊക്കെ, ഇതൊക്കെ കൃത്യമായി പറഞ്ഞുകൊണ്ട് നിങ്ങളെ ടെൻസ് ഒരു പ്രോപ്പർ വേയിലാണ് നമ്മൾ ഓരോ ഏരിയയിൽ നിന്നും ചോദിച്ച PYQs ഒക്കെ കാണിച്ചുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ ടെൻസ് സെറ്റ് ആക്കി തരുന്നത്. അപ്പൊ അത് സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ പാസീവും റിപ്പോർട്ടഡ് സ്പീച്ചും ഒക്കെ ഓരോന്നോരോന്നായി പഠിപ്പിക്കാൻ ഒരു പ്രയാസമില്ല, വളരെ എളുപ്പമാണ്. അപ്പൊ ഒരു സ്ട്രാറ്റജിക്കൽ അപ്രോച്ചാണ് ഇംഗ്ലീഷിന് വേണ്ടത്. പ്രത്യേകിച്ച് LDC പോലെയുള്ള ഒരു പരീക്ഷയ്ക്കൊക്കെ, LDCക്ക് മാത്രമല്ല എല്ലാത്തിനും സ്ട്രാറ്റജിക്കൽ അപ്രോച്ചാണ്. അപ്പം ബേസ് മുതൽ നമ്മൾ പഠിച്ച് സെറ്റാക്കി കൊണ്ടുവരണം. വൊക്കാബുലറി അതുപോലെ തന്നെ കൃത്യമായിട്ട് വൊക്കാബുലറിയും നമ്മൾ ഗ്രാമർ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഫോളോ ചെയ്യണം. ഓക്കെ, 50-50 ആണ്, പകുതി ഗ്രാമർ പകുതി വൊക്കാബുലറി ആണ്. അപ്പൊ രണ്ടിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പൊ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് D ആണ്. ഇനി അടുത്തത് ക്ലർക്ക് 2024 തമിഴ് ആൻഡ് മലയാളം നോയിങ്. അതില് കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്, 10 ക്വസ്റ്റ്യൻസ് അല്ല. അപ്പൊ നമുക്ക് നോക്കാം. ചൂസ് ദ കറക്റ്റ് ഫോം ഓഫ് ദ വെർബ് ഫ്രം ദ ഓപ്ഷൻസ് ടു കംപ്ലീറ്റ് ദ സെന്റൻസ്. ഹി ഡാഷ് എ മൂവി എവറി സൺഡേ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ഹാബിച്വൽ ആക്ഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആക്ഷൻ ആണെങ്കിൽ, എവറി സൺഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുന്ന ആക്ഷനാ, ടെൻസ് സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. ടെൻസ് ഏതായിരിക്കും? സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് വാച്ച് അല്ലെങ്കിൽ വാച്ചസ് കൊടുക്കാം. ഹി ആയതുകൊണ്ട് ഡസ് ഫോം വാച്ചസ്. അപ്പം ടെൻസി എന്നുള്ള ക്വസ്റ്റ്യൻ ഹി വാച്ചസ്, ആൻസർ എന്ത് കിട്ടി? വാച്ചസ് കിട്ടി. ഇനി അടുത്തത് നോക്കുക. എ ലാർജ് ഗ്രൂപ്പ് ഓഫ് ഇൻസെക്ട്സ് മൂവിങ് ഇൻ എ മാസ് ഇസ് കോൾഡ്.
ഇൻസെക്ട്സിന്റെ കൂട്ടത്തിന് എന്താ പറയാന്നറിയോ? ഇൻസെക്ട്സിന്റെ കൂട്ടത്തിന് സ്വാം എന്നാ പറയാ. ഓക്കെ, ഇൻസെക്ട്സിന്റെ കൂട്ടത്തിന് എന്താ പറയുന്നത്? സ്വാം എന്നാ പറയുന്നത്. നമ്മൾ ഓൾറെഡി ഫ്ലോക്ക് ഷീപ്പിന്റെ കൂട്ടമാണെന്ന് നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഹേർഡ് കാറ്റിലിന്റെ ഞാൻ നേരത്തെ ഓൾറെഡി പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എലിഫന്റും കൂടെ പഠിക്കുക. എലിഫന്റിന്റെ ഗ്രൂപ്പിനും നമ്മൾ പറയും ഹേർഡ് എന്ന്. എലിഫന്റിന്റെ ഗ്രൂപ്പിനും എന്താ പറയുന്നത്? ഹേർഡ് എന്നാണ്. ഇനി ലയൺസിന്റെ ഗ്രൂപ്പിന് എന്താ പറയുന്നത്? പ്രൈഡ് എന്നാ പറയുന്നത്. ഓക്കെ, ലയൺസിന്റെ ഗ്രൂപ്പിന് എന്താ പറയുന്നത്? പ്രൈഡ് എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? അപ്പം ഇത്രയും കാര്യങ്ങൾ. അപ്പൊ കളക്റ്റീവ് നൗൺ എന്ന ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തു അല്ലെ? ഇനി അടുത്ത ചോദ്യം. ഫൈൻഡ് ഔട്ട് ദ സ്യൂട്ടബിൾ ആർട്ടിക്കിൾ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൻ ബിലോ. ദേ ടോക്ക്ഡ് ഫോർ ഡാഷ് അവർ അബൌട്ട് ദ വണ്ടർഫുൾ പെർഫോമൻസ്. അപ്പം അവർ, ഈ അവർനെ എങ്ങനെയാ പ്രൊനൗൺസ് ചെയ്യുന്നത്? അവർ. ഓക്കെ, അവർ. അപ്പം വവ്വലാണ് അല്ലെ? വവ്വൽ സൗണ്ടാ, എച്ച് സൈലന്റാ, ഹവർ അല്ല, അവർ. ഓക്കെ, അപ്പം വവ്വൽ സൗണ്ടിൽ ആരംഭിക്കുന്നത് കൊണ്ട് നമ്മൾ ഏത് ആർട്ടിക്കിളാ കൊടുക്കുക? ആൻ ആണ്. കോൺസണന്റ് സൗണ്ട്സിൽ തുടങ്ങുന്ന വേർഡ്സിന്റെ കൂടെയാണ് നമ്മൾ ആർട്ടിക്കിൾ എ ഉപയോഗിക്കുന്നത്. കോൺസണന്റ് സൗണ്ട്സ് ആണെങ്കിലാണ് നമ്മൾ എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ അതിന്റെ കൂടെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ആൻ ആണ്. കണ്ടോ, ഇങ്ങനെയാ പ്രൊനൗൺസിയേഷൻ, അവർ, ആൻ അവർ. ഓക്കെ, ആൻ അവർ. ഓൾ റൈറ്റ്. അപ്പൊ ഇവിടെ നോക്കുക, കോൺസണന്റ് സൗണ്ട്സിന്റെ കൂടെ നമ്മൾ എ ബാഗ്, എ പെന്ന്, എ പിഗ് എന്നൊക്കെ പറയാം. വൊവൽ സൗണ്ട്സ് ആണെങ്കിൽ എങ്ങനെ വൊവൽ സൗണ്ട്സിനെ ഐഡന്റിഫൈ ചെയ്യുക? എ ഇ ഐ ഒ യു ആണ് വൊവൽ ലെറ്റേഴ്സ്. ആ ലെറ്റേഴ്സ് അല്ല നോക്കേണ്ടത്, നമ്മൾ ഒരു വേർഡിന്റെ ഇനീഷ്യൽ പ്രൊനൗൺസിയേഷൻ ആ നോക്കേണ്ടത്. അപ്പൊ അവിടെ നമ്മൾ ആ ഇ ഉ ഉ എ ഐ ഒ ഔ ഇതുപോലെയുള്ള വൊവൽ സൗണ്ട്സ് അല്ലെ, അതിന്റെ സൗണ്ട് ആണ് വരുന്നതെങ്കിൽ, അതാണ് പ്രൊനൗൺസിയേഷൻ എങ്കിൽ നമുക്ക് എന്ത് കൊടുക്കുക? ആൻ കൊടുക്കുക. ആൻ ആപ്പിൾ, ആൻ എഗ്, ആൻ ഓറഞ്ച്. എന്നാ ബാക്കി ബ് സൗണ്ട്, പ് സൗണ്ട് അല്ലെ, യാ, ഈ സൗണ്ട്, യൂറോപ്യൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ പറയാ? എ യൂറോപ്യൻ അല്ലെ, എ ബാഗ്, എ പെന്ന്, എ പിഗ്. അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഓൾ റൈറ്റ്. കുറച്ച് എക്സാമ്പിൾസ് നോക്കുക. ആൻ അംബ്രല്ല, നോക്കുക ആ സൗണ്ട് അല്ലെ, അതായത് വൊവൽ സൗണ്ട്. ആൻ അംബ്രല്ല. ആൻ അഗ്ലി മാൻ, ആ സൗണ്ട്, ആൻ അഗ്ലി മാൻ. ഇനി യു, ഇത് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീമെയിൽ ഷീപ്പാ. ഇത് ഈവ് എന്നല്ല, യു എന്നാണ് ഇതിന്റെ പ്രൊനൗൺസിയേഷൻ. അപ്പം വൈയുടെ സൗണ്ട് അല്ലേ ഇത്? വൈയുടെ സൗണ്ട് കോൺസണന്റ് സൗണ്ട് ആണ് കേട്ടോ. ഈ യാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസണന്റ് സൗണ്ടാ. അതിന്റെ കൂടെ എ ആണ് ഉപയോഗിക്കുക, എ. അപ്പം യൂണിയൻ എന്ന് പറയുമ്പോഴും യാ അല്ലേ? എ യൂണിയൻ. യെല്ലോ ഡ്രസ് എന്ന് പറയുമ്പം യെല്ലോ, യാ അല്ലേ? എ യെല്ലോ ഡ്രസ്. ഇയർ എന്ന് പറയുമ്പോ ഇത് ഇങ്ങനെയല്ല, ഇത് തെറ്റാണ്, ഇങ്ങനെയാണ് കേട്ടോ. അല്ലെങ്കിൽ ഇയർ എന്ന് പറയാം. അപ്പം യാ സൗണ്ടാ, എ ഇയർ. തെറ്റിക്കാൻ ചാൻസ് ഉള്ള വേർഡ്സ് ആണ് അതൊക്കെ. എ ഇയർ ആണ്. യങ് മാൻ, എ യങ് മാൻ ആണ്. ഇനി ഓസ്ട്രേലിയൻ, ഓ, ആൻ ഓസ്ട്രേലിയൻ. അവർ, ദേ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത് ആൻ അവർ. ഓണസ്റ്റ് മാൻ, ഹാ സൈലന്റ് ആണ് കേട്ടോ, എച്ച് സൈലന്റ് ആണ്. ആൻ ഓണസ്റ്റ് മാൻ, ഓ ആണ്, ആൻ ഓണസ്റ്റ് മാൻ. ഓക്കെ, ആൻ ഓണർ. ഓണർ എന്ന് പറയുമ്പോഴും എന്താണ്? ഓ ആണ് കേട്ടോ, എച്ച് സൈലന്റ്, ആൻ ഓണർ. ഇനി ഹെയർ, എച്ച് ഇ ഐ ആർ ആണേ. ഈ ഹെയർ എന്താ? കിരീടാവകാശി അല്ലെങ്കിൽ അനന്തരാവകാശി എന്നൊക്കെ പറയുന്ന ഹെയറാ. അവിടെ എച്ച് സൈലന്റ്, എയർ എന്നാണ് കേട്ടോ, ആൻ എയർ, ആൻ എയർ. എന്നാ നമ്മളെ മുടി എന്ന് പറയുമ്പോ ഉണ്ടല്ലോ, എച്ച് എ ഐ ആർ, അത് ഹെയറാ. അവിടെ എച്ചിന് സൗണ്ട് ഉണ്ട്, ഹെയർ. അത് നമുക്ക് എ ഹെയർ എന്ന് പറയാം. ഇവിടെ എയർ ആണ്, അനന്തരാവകാശി, കിരീടാവകാശി. എൻ എയർ, അത് ഹെയർ ആണ്, എ ഹെയർ. ഓക്കെ, വ്യത്യാസമുണ്ട്. ഇനി നമ്മൾ ഓജോ ബോർഡ് എന്ന് പറയുന്നില്ലേ, ആക്ച്വലി അതിനെ പറയേണ്ടത് വീജാ ബോർഡ് എന്നാ. അപ്പം പ്രൊനൗൺസിയേഷൻ വി ആയതുകൊണ്ട് എ വീജാ ബോർഡ്, എ വീജാ ബോർഡ്. ഓക്കെ, ഇനി അവൻ, മൈക്രോവേവ് അവൻ, ആൻ അവൻ, അവൻ അല്ലേ, ആൻ അവൻ. ഓക്കെ, കണ്ടോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ വൊവൽസ്, കോൺസണൻസ് അല്ലെ, പ്രൊനൗൺസിയേഷൻ, സൗണ്ട്സിന്റെ കൂടെയാണ് നമ്മൾ ആക്ച്വലി എയും ആനും ഉപയോഗിക്കുന്നത്. അപ്പൊ ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രോഡർ ടോപ്പിക്കാണ്. നമുക്ക് കൃത്യമായിട്ട് എയുടെ ഉപയോഗങ്ങൾ, ആനിന്റെ ഉപയോഗങ്ങൾ, ഏതൊക്കെ സൗണ്ട്സിന്റെ കൂടെ ഉപയോഗിക്കുന്നു അല്ലെ, ദയുടെ ഉപയോഗങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്, പ്രോപ്പർ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഇനി വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് എ സിനോണിം ഓഫ് ദ വേർഡ് ഡിസ്മൽ. ഡിസ്മൽ എന്ന് പറഞ്ഞിട്ടുണ്ട് ഗ്ലൂമി എന്ന അർത്ഥം. ഡിസ്മൽ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഗ്ലൂമി. ഓക്കെ, വീണ്ടും സിനോണിം ക്വസ്റ്റ്യൻ അല്ലെ, സിനോണിം ക്വസ്റ്റ്യൻ. അടുത്ത നോക്കുക. ക്യാൻ യു സ്റ്റാർട്ട് ദ പ്രോജക്ട് ടുമോറോ? ദ മാനേജർ ആസ്ക്ഡ് us. ദ മാനേജർ ആസ്ക്ഡ് us. അപ്പൊ എന്താണ്? ചൂസ് ദ റിപ്പോർട്ടഡ് ഫോം ഓഫ് ദ സെന്റൻസ് ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. നേരത്തെ ചോദിച്ചതുപോലെ തന്നെ
ഓക്സിലറിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ക്യാൻ യു സ്റ്റാർട്ട് ദ പ്രൊജക്ട് ടുമോറോ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ ഒരു ഓക്സിലറി വേർബിൽ തുടങ്ങുന്ന യെസ് ഓർ നോ ക്വസ്റ്റ്യന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇഫ് അല്ലെങ്കിൽ വെദർ വേണം എന്നൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാ അല്ലെ. അപ്പൊ അവിടെ നോക്ക്, ദ മാനേജർ ആസ്ക്ഡ്, ദ മാനേജർ ആസ്ക്ഡ് വെദർ കൊടുക്കുക അല്ലെ. വെദർ നമ്മളോടല്ലേ ചോദിച്ചത്, വി. വെദർ കഴിഞ്ഞാൽ സബ്ജക്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞു അല്ലെ, വി. ഇനി വേർബ് ക്യാൻ യു എന്നാണ്, അതിന് പാസ്റ്റിലോട്ട് മാറ്റുമ്പോൾ കുഡ് അല്ലെ. വെദർ വി കുഡ്, പിന്നെ സ്റ്റാർട്ട് മതി, വി കുഡ് സ്റ്റാർട്ട് ദ പ്രൊജക്ട് ദ നെക്സ്റ്റ് ഡേ. ടുമോറോ എന്നുള്ളത് എന്താവും? ദ നെക്സ്റ്റ് ഡേ ആവും. റിപ്പോർട്ടഡ് സ്പീച്ചിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. പല വേർഡ്സും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഓക്കെ, അപ്പം നമ്മൾക്ക് ആൻസർ ആയിട്ട് ദ മാനേജർ ആസ്ക്ഡ് us whether we could start the project the next day. അപ്പം റിപ്പോർട്ടഡ് സ്പീച്ചിലെ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ക്വസ്റ്റ്യൻസിനെ റിപ്പോർട്ട് ചെയ്യുന്നത് ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ റിപ്പോർട്ടഡ് സ്പീച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ഒരു സെന്റൻസ്, ഐ മീൻ ഒരു അഫോർമേറ്റീവ് സെന്റൻസ് മുതൽ, ഓക്കെ, ഐ മീൻ ഒരു അസേർട്ടീവ് സെന്റൻസ് മുതൽ, അഫോർമേറ്റീവ് അല്ല, അഫോർമേറ്റീവില് നമ്മൾ അസേർട്ടീവിന്റെ അണ്ടറിൽ പറയുന്നതാണ് അഫോർമേറ്റീവും നെഗറ്റീവും ഒക്കെ. ആദ്യം നമുക്ക് അസേർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഉണ്ട്. അതിന്റെ അണ്ടറിലാണ് നമ്മൾ അസേർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവിന്റെ അണ്ടറിലാണ് അഫോർമേറ്റീവും നെഗറ്റീവും ഒക്കെ വരുന്നത്. അതൊക്കെ സെന്റൻസ് ടൈപ്സിലൊക്കെ നമുക്ക് പഠിക്കാം. അപ്പം ഒരു അസേർട്ടീവ് സെന്റൻസിനെ അല്ലെങ്കിൽ ഒരു ഡിക്ലറേറ്റീവ് സെന്റൻസിനെ എങ്ങനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം, അവിടെ തുടങ്ങി വേണം നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് പഠിക്കാൻ. അതിനുശേഷം ക്വസ്റ്റ്യൻസിനെ എങ്ങനെ ചെയ്യണം അല്ലെ, ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മൾ അത് പഠിച്ചു പോകേണ്ടത്. ഒറ്റ സ്ട്രച്ചിൽ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എങ്ങനെ, ഒരു WH ക്വസ്റ്റ്യൻ എങ്ങനെയെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഇതിൽ നിങ്ങൾക്ക് റിപ്പോർട്ടഡ് സ്പീച്ചിനെ കുറിച്ച് പരിചയമുള്ള ആൾക്കാരാണ് ഇത് കാണുന്നതെങ്കിൽ അവർക്കത് കത്തും. തുടക്കക്കാരെ സംബന്ധിച്ച് അവർക്ക് അത് ബേസ് മുതൽ തന്നെ പറഞ്ഞു പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ചൂസ് ദ അപ്രോപ്രിയേറ്റ് ഫ്രേസൽ വെർബ് ടു കംപ്ലീറ്റ് ദ സെന്റൻസ്. വി ഹാവ് ഡാഷ് ഓഫ് മിൽക്ക്, വുഡ് യു ലൈക്ക് മിൽക്ക് പൗഡർ ഇൻസ്റ്റെഡ്? വുഡ് യു ലൈക്ക് ഒരു അഭ്യർത്ഥനയാണ്, ഒരു പൊലൈറ്റ് റിക്വസ്റ്റ് ആണ്. ഇവിടെ മിൽക്ക് ഇല്ല, മിൽക്ക് തീർന്നു പോയി. അതിനു പകരം എന്തിട്ടാ മതിയാവോ? പാൽപ്പൊടി ഇട്ടാ മതിയാവോ അല്ലെ, മിൽക്ക് പൗഡർ മതിയാവോ? നിങ്ങൾക്ക് അത് പ്രശ്നമാവോ? അതാണ് വുഡ് യു ലൈക്ക് മിൽക്ക് പൗഡർ ഇൻസ്റ്റെഡ്. നിങ്ങൾക്ക് മിൽക്ക് പൗഡർ ആണെങ്കിൽ പ്രോബ്ലം ഉണ്ടാവോ? അതാണ് വുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൊലൈറ്റ് വേ ഓഫ് ആസ്കിങ് സംതിങ് ആണ്. സോ തീർന്നു പോവാന്നുള്ള അർത്ഥത്തിൽ റൺ ഔട്ട്, സ്റ്റോക്ക് തീരുക കേട്ടോ. അപ്പം വി ഹാവ് റൺ ഔട്ട് ഓഫ് മിൽക്ക്, വുഡ് യു ലൈക്ക് മിൽക്ക് പൗഡർ ഇൻസ്റ്റെഡ്. വി ഹാവ് റൺ ഔട്ട് സ്റ്റോക്ക് തീരുക. ഓക്കെ, വുഡ് യു ലൈക്ക് മിൽക്ക് പൗഡർ ഇൻസ്റ്റെഡ്. ഓൾറൈറ്റ്, അപ്പൊ റൺ ഔട്ട് പഠിച്ചു വെച്ചോ, സ്റ്റോക്ക് തീർന്നു പോവാ കേട്ടോ. അപ്പൊ ഫ്രേസൽ വെർബ്സ് കണ്ടോ, എല്ലാ ക്വസ്റ്റ്യൻസിലും ആവർത്തിച്ചു വന്നിട്ടുണ്ട്. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഇനി ടാഗ് ആണ്, ക്വസ്റ്റ്യൻ ടാഗ്. ഹി സെൽഡം ആൻസേഴ്സ് എനി ക്വസ്റ്റ്യൻസ്. ഹി സെൽഡം ആൻസേഴ്സ് എനി ക്വസ്റ്റ്യൻസ്. സെൽഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് വേർഡാ, സെൽഡം നെഗറ്റീവ്. അപ്പം ടാഗ് പോസിറ്റീവ് ആയിരിക്കണം, സെന്റൻസ് നെഗറ്റീവ് അല്ലേ. ഈ സെൽഡം ആൻസേഴ്സ്, ഡസ് പുറത്തേക്ക് എടുക്കുക അല്ലെ, ഡസ്, ഹി. ഡസിന്റെ വേണ്ടല്ലോ, കാരണം എന്താ, ഓൾറെഡി സെന്റൻസ് നെഗറ്റീവ്, അപ്പം ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ഡസ് ഹി, ആൻസർ എന്ത് വരുന്നു, ഡസ് ഹി. അപ്പം ക്വസ്റ്റ്യൻ ടാഗും നമുക്ക് കൃത്യമായിട്ട് ഒരു LDC ആസ്പിരന്റ് പഠിക്കേണ്ട ഒരു ഏരിയ ആണ് ക്വസ്റ്റ്യൻ ടാഗ്. ഓക്കെ, ഇനി നമുക്ക് വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് എൻ ആന്റണിം ഓഫ് ദ വേർഡ് അപ്രോപ്രിയേറ്റ്. തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മിസ്അപ്രോപ്രിയേറ്റ് ഉണ്ട്, ഡിസപ്രോപ്രിയേറ്റ് ഉണ്ട്, ഇൻഅപ്രോപ്രിയേറ്റ് ഉണ്ട്. ഏതാ, ഇൻഅപ്രോപ്രിയേറ്റ് ആട്ടോ. അപ്രോപ്രിയേറ്റിന്റെ ആന്റണിം എന്താ വരുന്നത്, ഇൻഅപ്രോപ്രിയേറ്റ്. അപ്പൊ സിനോണിംസ്, ആന്റണിംസ് ഒക്കെ നമ്മൾ പഠിക്കേണ്ട ഏരിയാസ് ആണ് കേട്ടോ. ഇനി walking is a good exercise. In this sentence walking is used as walking. അപ്പം ഈ ING ഫോം വെച്ചാണ് തുടങ്ങുന്നതെങ്കിൽ നമുക്ക് ഇതിനെ എന്ത് വിളിക്കാം, ജെറണ്ട് എന്ന് വിളിക്കാം കേട്ടോ. അപ്പൊ ഇങ്ങനെ വാക്കിംഗ് ഈസ് എ ഗുഡ് എക്സസൈസ് അല്ലെങ്കിൽ സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്നൊക്കെ പറയുമ്പോൾ സബ്ജക്റ്റ് ആയിട്ട് ING രൂപത്തിൽ നിങ്ങൾ വാക്കുകളെ കണ്ട അതിന്റെ പേര് ജെറണ്ട് എന്ന. അതിന്റെ പേര് ജെറണ്ട് എന്ന. ഈ ജെറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെർബൽ നൗണാ, വെർബൽ നൗൺ. അതിന്റെ സ്ട്രക്ചർ ING ഒക്കെ കാണുമ്പോൾ വെർബിന്റെ സ്ട്രക്ചർ പോലെ നിങ്ങൾക്ക് തോന്നുമെങ്കിലും അതിന്റെ ഫംഗ്ഷൻ നൗണിന്റേതാ. ഇവിടെ വാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സബ്ജക്റ്റാ. വാക്കിംഗ് ഈസ് എ ഗുഡ് എക്സസൈസ്. ഓക്കെ, ഇംഗ്ലീഷിൽ സബ്ജക്റ്റും ഒബ്ജക്റ്റും ഒന്നും ഒരിക്കലും വെർബാവൂല. സബ്ജക്റ്റും ഒബ്ജക്റ്റും ഒക്കെ എപ്പോഴും നൗൺ ആയിരിക്കും. അപ്പം ഈ വാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സബ്ജക്റ്റ് ആണ്, സബ്ജക്റ്റ് നൗൺ ആണ് അല്ലെ. ജെറണ്ട് എന്ന് വിളിക്കും, ING രൂപത്തിലായതുകൊണ്ട് ജെറണ്ട് എന്ന് വിളിക്കും. അപ്പൊ ഇവിടുത്തെ സബ്ജക്റ്റ് ആണ്, ഇത് നൗണും ആണ്. അപ്പൊ ഇതിനെ നമുക്ക് in this sentence walking is used as verb അല്ല,
അല്ലെ ING വെച്ച് തുടങ്ങുകയാണെങ്കിൽ അത് അവിടുത്തെ സബ്ജക്റ്റ് ആയിരിക്കും, ജെറണ്ട് ആയിരിക്കും. നമ്മൾ ഈസ്, ആറ്, ആം, വാസ്, വേറിന്റെ ഒക്കെ കൂടെ ING കാണുമ്പോൾ ഈസ് ടോക്കിംഗ് അല്ലെങ്കിൽ ആർ ടോക്കിംഗ് അല്ലെങ്കിൽ വേർ ടോക്കിംഗ് എന്നൊക്കെ കാണുമ്പോൾ അതിന്റെ കൂടെയുള്ള ING അത് വെർബാ. ഓക്കെ, അത് മെയിൻ വെർബാ. ഇവിടെ അതൊന്നും ഇല്ലാതെ പുള്ളി ഒറ്റയ്ക്ക് നിൽക്കുകയാണ് സബ്ജക്റ്റ് ആയിട്ട്, അല്ലെ, അതിനെ വിളിക്കുക ജെറണ്ട് എന്നാ. ഈ ജെറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചറലി വേർബ് ആണെങ്കിലും ഫങ്ഷണലി നൗണാ. അപ്പം ഇത് സബ്ജക്റ്റ് ആണ്, അല്ലെ, ജെറണ്ട് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇവിടുത്തെ നൗൺ ആണ്. അപ്പൊ ഈ ജെറണ്ട് ഇൻഫിനിറ്റീവ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ പഠിക്കാനായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഈ LDCയിൽ നോക്കേണ്ട ഏരിയാസ് ആണ്. സോ അടുത്ത നോക്കുക. അപ്പൊ ഇവിടുത്തെ നൗൺ ആണ് ഇത്, അല്ലെ. ഇനി ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ടു കംപ്ലീറ്റ് ദ സെന്റൻസ്. ഇഫ് വി ഹാഡ് റിഹേഴ്സ്ഡ് വെൽ, ഹാഡ് പ്ലസ് V3 മൂന്നാമത്തെ കണ്ടീഷൻ, അപ്പുറത്ത് വുഡ് ഹാവ് പ്ലസ് V3 അല്ലെങ്കിൽ ഷുഡ് ഹാവ് പ്ലസ് V3 എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പം വുഡ് വിൻ പോരാ, വുഡ് ഹാവ് വൺ, യെസ്, വുഡ് ഹാവ് പ്ലസ് V3. വുഡ് ഹാവ് വിൻ പോരാ, V3 വേണം, 1 വേണം, അല്ലെ. സോ ദ ആൻസർ ഈസ് വുഡ് ഹാവ് വൺ. ദ കോമ്പറ്റീഷൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ കോമ്പറ്റീഷൻ വിൻ ചെയ്യുമായിരുന്നു. അപ്പം ഇഫ് ക്ലോസ് അഗെയിൻ ഇസ് എൻ ഇമ്പോർട്ടന്റ് ഏരിയ ടു ബി ഡിസ്കസ്ഡ്. സോ അടുത്ത നോക്കെ, പേഴ്സൺ ഹു ഡസ് ക്ലവർ ട്രിക്സ് വിച്ച് അപ്പിയർ മാജിക്കൽ. ട്രിക്സ് ഒക്കെ, അല്ലെ, മാജിക്കൽ ട്രിക്സ് ഒക്കെ ചെയ്യുന്ന ആളെ എന്താ വിളിക്കുക? നിങ്ങൾ കോൺജുറിങ് സിനിമ കണ്ടില്ലേ, കോൺജുറർ എന്നാണ് വിളിക്കുക കേട്ടോ. എന്താ വിളിക്കുക? കോൺജുറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആക്ച്വലി കോൺജുറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ പേഴ്സൺ ഹു പെർഫോംസ് മാജിക്കൽ ട്രിക്സ്. മാജിക്കൽ ട്രിക്സ് പെർഫോം ചെയ്യുന്ന ആളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോൺജുറർ. ഓക്കെ, കോൺജുറർ. അപ്പൊ ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്ക്. ക്യൂറേറ്റർ ആരാ? ഒരു മ്യൂസിയത്തിൽ അല്ലെങ്കിൽ ആർട്ട് ഗാലറിയിലൊക്കെ ഇൻചാർജ് ഉള്ള ആളെയാണ് നമ്മൾ ക്യൂറേറ്റർ എന്ന് വിളിക്കുന്നത്. ഒരു മ്യൂസിയം, ആർട്ട് ഗാലറി അല്ലെങ്കിൽ ലൈബ്രറി എന്നിവയിലെ ശേഖരങ്ങളുടെ സൂക്ഷിപ്പുകാരനോ ചുമതലക്കാരനോ ആണ് ക്യൂറേറ്റർ. ഓക്കെ ആണോ? അതാണ് ക്യൂറേറ്റർ. ഇനി ബർഗ്ലർ ആരാ? തീഫ്, കവർച്ചക്കാരനാണ് ബർഗ്ലർ. അപ്പൊ കോൺജുറർ ആണ് മാജിക്കൽ ട്രിക്സ് പെർഫോം ചെയ്യുന്ന ആള്. അപ്പൊ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇനി വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ആൻ ഇറഗുലർ വെർബ്. അതായത് റെഗുലർ വെർബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ V2 V3 ED ചേർത്ത് പോകുന്നതാ. ED ചേർത്ത് V2 V3 പോകുന്നുണ്ടെങ്കിൽ, V1ന്റെ കൂടെ ED ചേർത്താണ് V2 V3 ഉണ്ടാക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ റെഗുലർ വെർബ് എന്ന് വിളിക്കും. ഇപ്പൊ ജമ്പ്, ജംപ്ഡ് റെഗുലർ വെർബാ. മൂവ്, മൂവ്ഡ് റെഗുലർ വെർബാ. വാക്ക്ഡ് റെഗുലർ വെർബാ. റണ്ണിന്റെ 3 ഫോം എന്താ? റണ്ണ്, റാന്, റണ്ണ്. അതായത് ആദ്യത്തേതും അവസാനത്തേതും ഒരുപോലെ ഇരിക്കുന്നു, ഒരെണ്ണം വ്യത്യസ്തം. ഇനി 2 എണ്ണം ഒരുപോലെ ഇരിക്കുക, ഒരെണ്ണം വ്യത്യാസം, അല്ലെങ്കിൽ 3 ഒരുപോലെ 3 വ്യത്യാസം ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ നമുക്ക് ഇറഗുലർ വേർബ്സ് എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, ED ചേർത്ത് പോകണം കേട്ടോ. നമ്മളിപ്പം ബൈ ബോട്ട് V2 V3 സെയിം അല്ലേ, അതുകൊണ്ട് റെഗുലർ ആയിക്കൂടെ? അങ്ങനെയില്ല. ED ചേർത്ത് പോവാണെങ്കിൽ മാത്രം റെഗുലർ. ബൈ ബോട്ടൊക്കെ ഇറഗുലർ വേർബാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടുത്തെ ഇറഗുലർ ഏതാ? റണ്ണാണ്. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പൊ നിങ്ങൾക്ക് ടെൻസിന്റെ ഭാഗമായിട്ട് റെഗുലർ ഇറഗുലർ ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടാണ് നമ്മൾ ടെൻസ് പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം റണ്ണാണ് ആൻസർ വരുന്നത്, അല്ലേ. അടുത്ത ചോദ്യം നോക്കുക. fill in the blank using the right preposition. There is a river dash my house. എന്റെ വീടിന്റെ അടുത്തായിട്ട് ഒരു റിവർ ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. 2 വേർഡ്സിന് നമുക്ക് പഠിക്കാം, ബിസൈഡും ബിസൈഡ്സും. ബിസൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരികെ, ബൈ ദ സൈഡ്. ബിസൈഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടാതെ, ഇൻ അഡീഷൻ, അത് കൂടാതെ. ഇപ്പം ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ ചോക്ലേറ്റ്സ് കൂടാതെ അവൾ എനിക്കൊരു ഗിഫ്റ്റും കൂടെ തന്ന്. ബിസൈഡ്സ് ചോക്ലേറ്റ്സ് ഷി ഗേവ് മീ എ പ്രസന്റ്. ഓക്കെ, ഇനി ബിസൈഡ് എന്ന് പറഞ്ഞാലോ ബൈ ദ സൈഡ്, അരികെ, നിയർ. അപ്പൊ ഇവിടെ ഏത് വേണം? ബിസൈഡ്. There is a river beside my house. പറയുന്നേ മനസ്സിലാവുന്നുണ്ടോ? There is a river beside my house. Clear? അടുത്തയിലോട്ട് പോവാം. The party was attended by an august group of people. ഇവിടെ ഓഗസ്റ്റ് മാസത്തിൽ ജനിച്ചവരുണ്ട്. ഈ വീഡിയോ കാണുന്നവരിൽ ഓഗസ്റ്റ് മാസത്തിൽ ജനിച്ചവരുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യണം. I am also an August kid. ഓക്കെ, ഞാനും ഒരു ഓഗസ്റ്റ് കിഡ് ആണ്. അപ്പൊ നമുക്ക് ഈ ഓഗസ്റ്റ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം എന്താണെന്ന് അറിയാവോ? ഇംപ്രസീവ് എന്നാണ്. ഇവിടെ ഇൻ ദിസ് സെന്റൻസ് ഓഗസ്റ്റ് ആസ് എൻ adjective മീൻസ്, ഓഗസ്റ്റിന്റെ അർത്ഥം എന്താ? ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ റെഫർ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന adjective
അഡ്ജക്റ്റീവ് ആണ് ഓഗസ്റ്റ്. ഒരു നൗണിനെ ക്വാളിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ റെഫർ ചെയ്യുന്ന വേർഡിനെയാണ് നമ്മൾ ഓഗസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓഗസ്റ്റ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം ഇംപ്രസീവ് ആണ്, ആകർഷണീയമായ. അപ്പൊ ഈ വീഡിയോ കാണുന്നവരിൽ എന്നെ പോലെ ഓഗസ്റ്റ് മാസത്തിൽ ജനിച്ചവരുണ്ടെങ്കിൽ തീർച്ചയായും അവര് കമന്റ് ചെയ്യാം. നമ്മള് ആകർഷണീയമായ മാസത്തിൽ ജനിച്ചവരാണ്, അങ്ങനെ വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം അല്ലെ. ഇംപ്രസീവ്, ആകർഷണീയമായ. ഓൾ റൈറ്റ്. ഇനി അടുത്തത്, no sooner had she left the house dash it started raining. Complete the sentence using the right option. ഈ no soonerന്റെ കൂടെ നമ്മൾ പെയർ ചെയ്യുക എന്താണെന്നറിയാമോ? than ആണ്. അപ്പം തുടക്കത്തിൽ no sooner കണ്ട അപ്പുറത്ത് than കൊടുക്കണം. അപ്പൊ ഇവിടെ ഓപ്ഷനില് than ഉണ്ട്. എപ്പോഴും തെറ്റിക്കാൻ ഒരു then ഉണ്ടാവും, THEN. അവിടെ പോയി കണ്ണുടക്കരുത്, than ആണ് കേട്ടോ. അപ്പം കുറച്ച് പെയേഴ്സും കൂടെ പഠിച്ചോ. no sooner than. ഹാർഡ്ലി ആണെങ്കിൽ അപ്പുറത്ത് വെന്ന് കൊടുക്കണം. ഹാർഡ്ലി ആണെങ്കിൽ അപ്പുറത്ത് വെന്ന്. സ്കെയർസ്ലി ആണെങ്കിൽ അപ്പുറത്ത് വെന്ന്. സ്കെയർസ്ലി ആണെങ്കിൽ അപ്പുറത്ത് എന്ത് കൊടുക്കണം? വെന്ന്. നോട്ട് ഓൺലി ആണെങ്കിൽ അപ്പുറത്ത് ബട്ട് ഓൾസോ. എയ്തർ ആണെങ്കിൽ ഓർ, നെയ്തർ ആണെങ്കിൽ നോർ. ഇത്രയാണ് നമ്മുടെ പെയേഴ്സ് എന്ന് പറയുന്നത്. ഓൾ റൈറ്റ്. അപ്പൊ ഇവിടെ ആൻസറിൽ നമുക്ക് എന്ത് കൊടുക്കാം? no sooner had she left the house than it started raining. than it started raining. ഇപ്പൊ no soonerന്റെ കൂടെ നമ്മൾ പെയർ ചെയ്യേണ്ട കോറിലേറ്റീവ് പെയേഴ്സ് എന്നൊക്കെയാ പേര്. നമുക്ക് കൺജങ്ഷൻസ് പഠിക്കാനുണ്ട്. കോറിലേറ്റീവ്, കോർഡിനേറ്റിംഗ്, സബോർഡിനേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ചോദ്യമാണ്. കോറിലേറ്റീവ് പെയേഴ്സ് ആണ്. ഓക്കെ. no sooner had she left the house than it started raining. All right. അടുത്ത ചോദ്യം, which among the following is the correctly spelled word? business എന്ന് എങ്ങനെ എഴുതുക? BUSINESS, business. ഓക്കെ. സ്പെൽ ചെക്ക് എപ്പോഴും ചോദിക്കുന്നതാ. നമുക്ക് A to Z ഉള്ള കുറേ വേർഡ്സ്, A to Z സ്റ്റാർട്ട് ചെയ്യുന്ന കുറേ വേർഡ്സിന്റെ സ്പെല്ലിങ്സ്, അതായത് നമ്മൾ കാർഡ് കയറി പഠിക്കുകയൊന്നും വേണ്ട. ആക്ച്വലി നമ്മൾ PYQs ഒക്കെ റെഫർ ചെയ്ത് പഠിക്കേണ്ടതായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഉണ്ട്. സിനോണിംസിലും ആന്റണിംസിലും ഒക്കെ നമുക്ക് അങ്ങനെ തന്നെ പ്രോപ്പർ ആയിട്ട് നമ്മൾ വൊക്കാബുലറി സൈഡ് മുമ്പോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും. സോ ബിസിനസ്. ഇനി ചേഞ്ച് ഇൻ ടു പാസീവ്. ദേ ആർ ഫോളോയിങ് അസ്. ഇപ്പം ആറ് ഫോളോയിങ്. അപ്പം ഈസ് ഓർ ആർ ഓർ ആം പ്ലസ് വേർബ് പ്ലസ് ING എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് കണ്ടിന്യൂസ് ആണ്, ഓൾറെഡി നമ്മൾ പഠിച്ചു. അപ്പം ദേ ആർ ഫോളോയിങ് അസ്, പ്രസന്റ് കണ്ടിന്യൂസിനെ നമ്മൾ പാസീവിലോട്ട് മാറ്റുമ്പോൾ സ്ട്രക്ചർ ഒബ്ജക്റ്റ് പ്ലസ് ഓക്കെ ഈസ് ഓർ ആർ ഓർ ആം പ്ലസ് ബീയിങ് പ്ലസ് V3 എന്നാണ്. അപ്പൊ ഈ ഒരു പ്രസന്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ മാത്രം തൽക്കാലം ഞാൻ പറയാം. മൊത്തം പാസീവ് പറഞ്ഞു പോകാൻ ഒത്തിരി സമയം വേണം. നമുക്ക് അതൊക്കെ ടോപ്പിക് ആയിട്ട് പഠിക്കാം. ഓക്കെ. നമ്മുടെ LDCയുടെ കോഴ്സിന്റെ ഭാഗമായാൽ നമുക്ക് അതൊക്കെ ടോപ്പിക് ആയിട്ട് പഠിക്കാം. ഓക്കെ. ഒബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആർ ഓർ ആം പ്ലസ് ബീയിങ് പ്ലസ് V3. അപ്പൊ നോക്കാം. ദേ ആർ ഫോളോയിങ് അസ്. ഇവിടുത്തെ ഒബ്ജക്റ്റ് അസ് ആണ്. ഓക്കെ. ഈ ഒബ്ജക്റ്റിനെയാണ് ആദ്യം നമ്മൾ പറയേണ്ടത്. അപ്പൊ ഈ ഒബ്ജക്റ്റിനെ സബ്ജക്റ്റ് ആക്കി എടുത്തുകൊണ്ടാണ് നമ്മൾ പാസീവ് എഴുതുന്നത്. അപ്പൊ അസിന്റെ സബ്ജക്റ്റ് രൂപം എന്ന് പറയുന്നത് വി ആ. അസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് രൂപ വി. ഓക്കെ. ഇനി ഈസ് ആണോ ആർ ആണോ ആം ആണോ വേണ്ടത്? വി പ്ലൂരൽ അല്ലേ, VR. ഇനി ഒരു ബീയിങ് വേണ്ടേ? ബീയിങ് കണ്ടോ, ബീയിങ്. ഇനി V3 ഫോളോ. അതിന്റെ V3 എന്താ? ഫോളോഡ്. ബൈ ആരാ? ആരാലാണ്? ബൈ ദം. വി ആർ ബീയിങ് ഫോളോഡ് ബൈ ദം. ആൻസർ കണ്ടോ, വി വേറല്ല അല്ലെ, ഇവിടെ വേറെ. ഓപ്ഷൻ സി, വി ആർ ബീയിങ് ഫോളോഡ് ബൈ ദം. ഓക്കെ. വി ആർ ബീയിങ് ഫോളോഡ് ബൈ ദം. കണ്ടോ. അപ്പൊ ഓരോ ടെൻസിനനുസരിച്ചാണ് നമ്മൾ പാസീവിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ. ഇനി വി ഹാവ് എ ഹെർക്കൂലിയൻ ടാസ്ക് ഇൻ ഫ്രണ്ട് ഓഫ് us ഇൻ ദിസ് സെന്റൻസ്. ഹെർക്കൂലിയൻ ടാസ്ക്. ഹെർക്കൂലിയൻ ടാസ്ക് മലയാളത്തിൽ ഭഗീരഥ പ്രയത്നം എന്നൊക്കെ പറയും. ഓക്കെ. ഭഗീരഥ പ്രയത്നം. അപ്പം ഭഗീരഥ പ്രയത്നം എന്ന് പറഞ്ഞാൽ എന്താ? ടഫ് ടാസ്ക്. അപ്പൊ ഒരു ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റൊന്നുമല്ല, ഒരു ടഫ് ടാസ്കിനെയാണ് നമ്മൾ ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അപ്പം ടഫ് ടാസ്ക് അല്ലെ. അടുത്ത ചോദ്യം, ദ ട്രെയിൻ വിൽ അറൈവ് അറ്റ് 4 PM. ഹിയർ PM ക്യാൻ ബി എക്സ്പാൻഡഡ് ആസ് PM. PM-നെ എക്സ്പാൻഡ് ചെയ്താൽ കിട്ടുക എന്താ? നോക്ക്, ഇവിടെ PM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് മെറിഡിയം, AM എന്ന് പറഞ്ഞാൽ ആന്റി മെറിഡിയം. ഇനി മറന്നു പോരുത്, നമ്മൾ AM PM ഒക്കെ നമ്മൾ ടൈമിന്റെ കാര്യത്തിൽ ഉപയോഗിക്കുന്നതല്ലേ. അപ്പം PM എന്താ? പോസ്റ്റ് മെറിഡിയം. AM എന്താ? ആന്റി മെറിഡിയം. അപ്പൊ ഇവിടെ ആൻസർ എന്ത് വരുന്നത്? പോസ്റ്റ് മെറിഡിയം. Okay, post. The train will arrive at 4 PM. Here PM can be expanded as post meridian. Okay, post meridian. So, this is all about the 3 question papers. നമ്മൾ
റീസെന്റ് ആയിട്ടുള്ള ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് LDCയുടെ അല്ലെ, അതിൽ ഇംഗ്ലീഷിന്റെ ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ്, അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അപ്പം തീർച്ചയായും LDC പരീക്ഷ കാത്തിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണിത്. നമ്മൾ പരീക്ഷയെ അറിഞ്ഞാണ് പഠിച്ചു തുടങ്ങേണ്ടത്. അപ്പം പരീക്ഷയിൽ ചോദിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ തീർച്ചയായും പ്രിപ്പറേഷൻ ആരംഭിക്കേണ്ടത്. അപ്പം നമുക്ക് നമ്മുടെ കോഴ്സിന്റെ ഭാഗമായി കഴിഞ്ഞാൽ നമ്മൾ തുടക്കം മുതൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു സെന്റൻസ് മുതൽ ഒരു വേർബ് എന്താണെന്നുള്ളത് മുതൽ ടെൻസും ടൈപ്സ് ഓഫ് സെന്റൻസും ഒക്കെ ബേസ് പറഞ്ഞു തന്നതിന് ശേഷം വെർബ് എന്താ, ഓക്സിലറി വെർബ് എന്താ, ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് പറഞ്ഞതിന് ശേഷം തന്നെ ആയിരിക്കും നമ്മൾ ഇംഗ്ലീഷിന്റെ ബേസ് ഉറപ്പിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വൊക്കാബുലറിയും ഗ്രാമറും ഒക്കെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ താഴെ നിങ്ങൾക്ക് തന്നിരിക്കും. സോ കോഴ്സിന്റെ ഭാഗമാകാൻ താഴെയുള്ള ഡീറ്റെയിൽസിൽ കോൺടാക്ട് ചെയ്യുക. അപ്പം പുതിയ വീഡിയോസുമായിട്ട്, അപ്പം എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്സ് ഒക്കെ PYQs ആണോ, ഏതെങ്കിലും വൊക്കാബുലറി ഏരിയ ആണോ, നിങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ ഭാഗത്തു നിന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്ന ഏരിയാസ് നിങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. അതുപോലെ ക്ലാസ്സസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. അതിനനുസരിച്ച് നിങ്ങൾ പറയുന്നതിനനുസരിച്ച് ക്ലാസ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റ്സ് ആണ് നമ്മുടെ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. തീർച്ചയായും കമന്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ഒരു ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു വെരി മച്ച് ആൻഡ് ബൈ ബൈ.